നമസ്കാരം. കൃഷി പാഠശാലയുടെ 39ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം. കൃഷി പാഠശാല സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്റർ വഴി നടത്തുന്ന 39ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം സൂക്ഷ്മ ജലസേചനം എന്ന. ഇതിന് ക്ലാസ് നയിക്കുന്നത് പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ അബ്ദുൾ ഹക്കീം സാറാണ്. സാർ നേരത്തെ തന്നെ കൃത്യത കൃഷിയും മഴമറയും ക്ലാസ് എടുത്തു കഴിഞ്ഞിരുന്നു. ഇന്നത്തെ വിഷയം സൂക്ഷ്മ ജലസേചനം എന്ന വിഷയമാണ്. സാറിനെ ഈ ക്ലാസ് നയിക്കുന്നതിനായിട്ട് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഒട്ടും പാർട്ടിസിപ്പൻസിനൊന്നും കാണുന്നില്ലല്ലോ. സാറെ ചേർന്നോളും, ജോയിൻ ചെയ്തോളും. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഓർഗനൈസേഷന്റെ ഇപ്പം ചെറിയാണ്ട് 2 ID പിന്നെ ഞാനും FPC മേഡം കഴിഞ്ഞാൽ പിന്നെ 7 പേരുള്ളൂ. അതെ, ഔട്ട്സൈഡ്. സാറേ ഫേസ്ബുക്കിൽ കയറും അവര്, ഗൂഗിൾ മീറ്റിൽ അല്ലാതെ ഫേസ്ബുക്കിൽ ലൈവ് നേരെ കയറും. അല്ല, ഇങ്ങനെ ആളുകൾക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞു തന്നിട്ടോ മേഡം. നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ആയിട്ട് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ വരാനും ഇന്ററാക്ട് ചെയ്യാനുള്ളൂ. പക്ഷെ ഗൂഗിൾ മീറ്റിലോട്ട് ആളുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള RTTC FTC ആക്കുന്നത് പോലെ വൈ കാൻ ബി മേക്ക് ഇറ്റ് FB ലൈവ് അലോൺ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇവിടെ മേഡം ഇന്ററാക്ഷൻ നടക്കുന്നില്ല, പാർട്ടിസിപ്പേഷനും നടക്കുന്നില്ല. ഇവിടെ എനിക്കൊന്നും ഇന്ററാക്ഷനും ഇല്ല, പാർട്ടിസിപ്പേഷനും ഇല്ല. വളരെ കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാർ പോലും ഇല്ല. ഫേസ്ബുക്ക് ലൈവിൽ കൂടുതൽ പേര് കയറുന്നുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ കൂടുതൽ പേര് കയറുന്നുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ കൂടുതൽ പേര് കയറുന്നുണ്ട്. ഓക്കെ, അല്ല ഞാനിപ്പോ ഇവിടെ നോക്കുമ്പോൾ 7 പേര് 6 പേര് 7 പേരെ കാണുന്നുള്ളൂ ഔട്ട്സൈഡ്സ്. സാറേ ഫേസ്ബുക്ക് ലൈവിൽ കൂടുതൽ പേര് കാണുന്നുണ്ട് ഇതേ സമയം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം സർ, സ്റ്റാർട്ട് ചെയ്യാം സർ. ഇന്നത്തെ വിഷയം കൃഷി പാഠശാലയിലെ സൂക്ഷ്മ ജലസേചന രീതികളാണ്. നേരത്തെ 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിലൊന്ന് കൃത്യത കൃഷി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അതിന്റെ വിവിധ ഘടകങ്ങളും അതിന്റെ നേട്ടങ്ങളും അതിന്റെ ആവശ്യകതയും ഒക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെ കൃത്യത കൃഷി ഏറ്റവും കൂടിയ ഒരു ഘട്ടമായിട്ടുള്ള സംരക്ഷിത കൃഷി, അതിൽ തന്നെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള മഴമറകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇവിടെ ഇനി നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അന്ന് കൃത്യത കൃഷിയിൽ അന്ന് പറഞ്ഞിരുന്നു. അടുത്തൊരു സെഷൻ നമ്മൾ സൂക്ഷ്മ ജലസേചന രീതി. അപ്പൊ കൃത്യത കൃഷി എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് സൂക്ഷ്മ ജലസേചനം. അതിൽ 50% കൃത്യത കൃഷിയും സൂക്ഷ്മ ജലസേചനമാണ്. ഒരു 20% വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളത്തിൽ ചേരുന്ന വളങ്ങളും ചേർത്ത് കൊടുക്കുന്ന ഫെർട്ടിഗേഷൻ അഥവാ വളസേചനമാണ്. അപ്പൊ സൂക്ഷ്മ ജലസേചനവും വളസേചനവും ചേർന്ന് കഴിഞ്ഞാൽ ഈ കൃത്യത കൃഷിയുടെ ഏകദേശം 70% ആയി. അപ്പം അതിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഈ കൃത്യത കൃഷിയുടെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സൂക്ഷ്മ ജലസേചനം. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം ദിവസേന നേർത്ത കണികളായിട്ടോ സ്പ്രേ രൂപത്തിലോ അതിന്റെ തടത്തിന് ചുറ്റും ലഭ്യമാക്കുന്നതാണ് സൂക്ഷ്മ ജലസേചനം. അപ്പം ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട ജലം ദിവസേന നേർത്ത കണികളായിട്ടോ സ്പ്രേ രൂപത്തിലോ അതിന്റെ തടത്തിന് ചുറ്റും ലഭ്യമാക്കുന്നതാണ് സൂക്ഷ്മ ജലസേചനം. ഇവിടെ
സൂക്ഷ്മ ജലസേന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് കേരളത്തിൽ സൂക്ഷ്മ ജലസേന രീതിയുടെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു ധാരണ കുറെ പേരിലെങ്കിലും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജല സമ്പുഷ്ടത ഉണ്ടോ അല്ലെങ്കിൽ ജലക്ഷാമ സംസ്ഥാനമാണോ കേരളം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങമാസം കഴിഞ്ഞു, കന്നിമാസം മഴ പെയ്യേണ്ടാത്ത, സാധാരണ രീതിയിൽ മഴയില്ലാത്തതാണ്. അതായത് കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയിലുള്ള മഴയില്ലാത്തൊരു ഗ്യാപ്പാണ്. പക്ഷെ ഇപ്പം മഴയൊക്കെ പല രീതിയിൽ കാലം തെറ്റിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ വാർഷിക വർഷപാതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ രാശിയേക്കാൾ 2.5 ഇരട്ടിയുള്ള ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ 44 നദികളും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരുപാട് മഴവെള്ളവും നദീജല സമ്പത്തും ഒട്ടനവധി ശുദ്ധജല തടാകങ്ങളും ഒക്കെ ആയിട്ട് ജലസമ്പുഷ്ടമായിരിക്കേണ്ട ഒരു സംസ്ഥാനം. മറുവശത്ത് ഒരുപാട് കാലം, അതായത് ചുരുങ്ങിയത് വർഷത്തിൽ 4 മുതൽ 5 മാസം വരെ ജലക്ഷാമം നേരിടുന്ന സംസ്ഥാനം. കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ഈവൻ ഗാർഹിക ആവശ്യങ്ങൾക്ക് പോലും ജലം ദൗർലഭ്യത അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ജലക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന സംസ്ഥാനം. അപ്പോ ശരിക്കും പറഞ്ഞാൽ കേരളം ജലസമ്പുഷ്ടമാണോ, അതോ കേരളത്തിന്റെ ജലസമ്പുഷ്ടത എന്ന് പറയുന്നത് ഒരു മിഥ്യയാണോ? ശരിക്കും സത്യമാണോ അതോ മിഥ്യയാണോ? അപ്പൊ നമുക്ക് അതിലേക്കാണ് ഒരു ചെറിയൊരു അവലോകനം. ഇത് ഭൂഗോളത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള മഴയുടെ ഒരു കണക്കാണ്. ആഗോളതലത്തിൽ 800 മില്ലിമീറ്റർ ശരാശരി വാർഷിക വർഷപാതം, ഏഷ്യയുടെ 740, ഇന്ത്യയുടേത് 1190, കേരളത്തിൻ്റെത് 3000, തമിഴ്നാടിൻ്റെത് 1015, കർണാടക 1224, ആന്ധ്ര 764, രാജസ്ഥാൻ 600. ഈ പട്ടികയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയും. ദേശീയ ശരാശരിയുടെ 2.5 മടങ്ങ്, കർണാടകയുടെ ഏകദേശം 2.5 മടങ്ങ്, തമിഴ്നാടിന്റെ 3 മടങ്ങ്, ആന്ധ്രയുടെ 4 മടങ്ങ്, രാജസ്ഥാന്റെ 5 മടങ്ങ്. ഇത്രയും മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ എന്താണ് ഈ മില്ലിമീറ്റർ മഴ? ഇത് ശരിക്കും പറഞ്ഞാൽ മഴയുടെ തോതാണ്, മഴയുടെ വ്യാപ്തമല്ല. നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എത്ര ലിറ്റർ ജലം എന്നുള്ളതാണ്, എത്ര മില്ലിമീറ്റർ എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് രാവിലെ കുളിക്കാൻ എത്ര ലിറ്റർ വേണം, അല്ലെങ്കിൽ ഒരു ദിവസം കുടിക്കാൻ എത്ര വേണം, എത്ര മില്ലിമീറ്റർ കൊണ്ട് കുടിക്കാമെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. കാരണം ഇത് മഴ മാപിനിയിൽ രേഖപ്പെടുത്തുന്ന മഴയുടെ തോതാണ്. ഇതിനെ മഴയുടെ വ്യാപ്തത്തിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ ഈ മഴയുടെ തോതിനെ മഴ ലഭിക്കുന്ന പ്രദേശത്തിന്റെ വിസ്തീർണം കൊണ്ട് ഗുണിക്കണം. അപ്പൊ അങ്ങനെ ഗുണിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ വ്യാപ്തം എന്ന് പറഞ്ഞത് ഈ 3000 മില്ലിമീറ്റർ അഥവാ 300 സെന്റിമീറ്റർ, അതിന് 3 മീറ്റർ എന്ന് പറയാം. ഈ 3 മീറ്ററിനെ കേരളത്തിന്റെ വിസ്തീർണത്തിനെ ചതുരശ്ര മീറ്ററിലേക്ക് മാറ്റി ഇതുകൊണ്ട് ഗുണിക്കുന്ന അത്രയും ഘനമീറ്റർ 38,000 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 38 ലക്ഷം ഹെക്ടർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. അപ്പൊ അത്രയും വിസ്തീർണത്തെ ചതുരശ്ര മീറ്ററിലേക്ക് മാറ്റി 3 മീറ്റർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഘനമീറ്റർ ആണ് കേരളത്തിൽ ഒരു വർഷം മഴ വഴി ലഭിക്കുന്ന ജലത്തിന്റെ വ്യാപ്തം. ഇതിനെ വീണ്ടും 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലിറ്ററിലേക്ക് കിട്ടും. ഈ മഴയെ നമ്മൾ ആളോഹരി ജലലഭ്യത എന്ന ഒരു മാനദണ്ഡത്തിലേക്ക് മാറ്റണം. ആളോഹരി ജലലഭ്യത എന്ന് പറയുന്നത് ഒരു വർഷം ഒരു ഭൂപ്രദേശത്ത് പ്രകൃതിയിൽ നിന്ന് മഴ വഴി ഓരോ വ്യക്തിക്കും എത്ര ലിറ്റർ ജലം ലഭിക്കുന്നു എന്നതാണ്. ഇത് കണക്കാക്കുന്നത് മഴയുടെ തോത് ഗുണിക്കണം പ്രദേശത്തിന്റെ വിസ്തീർണം ഹരിക്കണം മൊത്തം ജനസംഖ്യ. അപ്പൊ കേരളത്തിന്റെ ആളോഹരി ജലലഭ്യത എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വിസ്തീർണം ഗുണിക്കണം കേരളത്തിന്റെ മഴയുടെ തോത് ഹരിക്കണം കേരളത്തിന്റെ ജനസംഖ്യ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മഴ ദേശീയ ശരാശരിയുടെ 2.5 മടങ്ങാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത ദേശീയ ശരാശരിയുടെ 3.5 മടങ്ങോളമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വർഷം മഴ വഴി കേരളത്തിൽ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന ആളോഹരി ജലലഭ്യത എന്ന് പറയുന്നത് ദേശീയ ശരാശരി 1 ആണെങ്കിൽ കേരളത്തിൻ്റെത് 1-ൽ താഴെയാണ്. കാരണം 2.5 കൊണ്ട് ഗുണിക്കണം, മഴയുടെ തോത് 2.5 മടങ്ങാണ്, പക്ഷെ ജനസാന്ദ്രത 3.5 ഇരട്ടിയോളമാണ്. 3.5 കൊണ്ട് ഹരിക്കണം. അപ്പൊ 1 ഗുണിക്കണം 2.5 ഹരിക്കണം 3.5, അപ്പൊ 1-ൽ താഴെയാണ്. അതായത് ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ ആളോഹരി ജലലഭ്യതയാണ് കേരളത്തിലുള്ളത്. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ മഴ കേരളത്തിന്റെ 5-1, പക്ഷെ രാജസ്ഥാന്റെ വിസ്തീർണം കേരളത്തിന്റെ 9 മടങ്ങാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മഴ വഴി രാജസ്ഥാൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ വ്യാപ്തം രാജസ്ഥാന്റെ വിസ്തീർണം ഗുണിക്കണം രാജസ്ഥാന്റെ മഴ.
ഇനി രാജസ്ഥാന്റെ ആളോഹരി ജലലഭ്യത എന്ന് പറഞ്ഞത് വിസ്തീർണം ഗുണിക്കണം മഴ ഹരിക്കണം ജനസംഖ്യ. അപ്പൊ രാജസ്ഥാന്റെ ജനസാന്ദ്രത ദേശീയ ശരാശരിയുടെ പകുതിയിൽ താഴെയാണ്. കേരളത്തിന്റെ ദേശീയ ശരാശരിയുടെ 3.5 മടങ്ങോളമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട സംസ്ഥാനമായ രാജസ്ഥാന്റെ ആളോഹരി ജലലഭ്യത പോലും കേരളത്തിന്റെ ആളോഹരി ജലലഭ്യതയേക്കാൾ താഴെയാണ്. ഞാനത് പറഞ്ഞു വന്നത് നമുക്ക് ഒരുപാട് ജലമുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ കേരളം ഒട്ടും ആവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം മഴയുടെ അസന്തുലിതമായ വ്യാപനമാണ്. സ്ഥലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും അസന്തുലിതമായ ഒരു വ്യാപനമാണ് മഴയുടെ. നമുക്കറിയാം, തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്നവരും മഴയുടെ തോത് കൂടുന്നു, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവരും മഴയുടെ തോത് കൂടുന്നു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നു, അതായത് ഈ തീരപ്രദേശത്ത് നിന്ന് മലനാട്ടിലേക്ക് പോകുന്നവരും മഴയുടെ തോത്, തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്നവരും മഴയുടെ തോത് കൂടുന്നു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നവരും മഴയുടെ തോത് കൂടുന്നു. അതുപോലെ തന്നെ വർഷം മുഴുവനും നമുക്ക് മഴ ലഭിക്കുന്നില്ല. 70% മഴ ലഭിക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായി നീണ്ടു കിടക്കുന്ന കാലവർഷം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിലാണ്. ഒരു 20% മഴ ലഭിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് കിടക്കുന്ന ഇടിവെട്ടി മഴ പെയ്യുന്ന തുലാവർഷത്തിലാണ്. ശേഷിച്ച 10% വേനൽ മഴയാണ്. അപ്പൊ ഒരിക്കലും സ്ഥലത്തിനനുസരിച്ചോ സമയത്തിനനുസരിച്ചോ സന്തുലിതമായ ഒരു വ്യാപനമല്ല മഴയുള്ളത് നമ്മുടെ സംസ്ഥാനത്തിലുള്ളത്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ. ഇനി നമുക്ക് ഏകദേശം 44 നദികളുണ്ട്. ഏകദേശം അല്ല, 44 നദികളുണ്ട്. ഈ 44 നദികളും അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 കിഴക്കോട്ട് ഒഴുകുന്നു, കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നദിയെ നിർവചിച്ചിരിക്കുന്നത് 15 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു നീരൊഴുക്ക് ചാല് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു നദിയെ നിർവചിക്കുന്നത് ഇങ്ങനെയല്ല. ഒരു നദിയെ നിർവചിക്കേണ്ടത് അതിന്റെ നീളം കണക്കാക്കിയല്ല, മറിച്ച് അതിന്റെ വൃഷ്ടി പ്രദേശത്തിന്റെ വിസ്തീർണമാണ്. അപ്പൊ ഏതെല്ലാം പ്രദേശത്ത് പെയ്യുന്ന മഴവെള്ളം ഒഴുകി ഒരു നദിയെ ഭൂമിക്ക് മുകളിലൂടെ അടിയിലൂടെ ഒഴുകി ഒരു നദിയിൽ വന്നു ചേരുന്നു, ആ പ്രദേശത്തിനെ ആ നദിയുടെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ നദിയെ നിർവചിച്ചിരിക്കുന്നത് നീളം കണക്കാക്കിയാണെങ്കിൽ ദേശീയ തലത്തിൽ നദിയെ നിർവചിച്ചിരിക്കുന്നത് അതിന്റെ വൃഷ്ടി പ്രദേശത്തിന്റെ വിസ്തീർണമാണ്. 2000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടി പ്രദേശം ഉണ്ടെങ്കിൽ അത് ചെറിയ നദി എന്നും, 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തീർണം ഉണ്ടെങ്കിൽ ഒരു ശരാശരി നദി, മീഡിയം റിവർ എന്നും, 20,000 ചതുരശ്ര കിലോമീറ്റർ മുകളിൽ വൃഷ്ടി പ്രദേശമുണ്ട് അതിനൊരു വലിയ നദി, മേജർ റിവർ എന്നും പറയുന്നു. ഈ ഒരു മാനദണ്ഡം വെച്ച് കണക്കാക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റ വലിയ നദിയില്ല. 4 ശരാശരി നദികളും 40 ചെറു നദികളും ചേർന്നാണ് നമ്മുടെ നദീജല സമ്പത്ത്. ഇനി അതായത് ഭാരതപ്പുഴ, പമ്പ, പെരിയാർ, ചാലിയാർ 4 മീഡിയം നദികളും 40 ചെറു നദികളും. ഇനി കേരളത്തിലെ 44 നദികളും കര കവിഞ്ഞ് ഒഴുകുകയാണെങ്കിൽ ഈ 44 നദികളിലും കൂടി ഒരു വർഷം ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നദിയായ ഗോദാവരി ഇരുകരയും മുട്ടി ഒഴുകുമ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ ഏകദേശം 50% മാത്രമാണ്. അതായത് നമ്മുടെ 44 നദികളും ചേർന്ന് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നദിയായ ഗോദാവരിയുടെ പകുതിയോളമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നദീജല സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പുഷ്ടരല്ല. നമ്മൾ ആ കൂടെ സമ്പുഷ്ടമായിരിക്കുന്നത് ഒരു മേഖലയിലാണ്, ഭൂഗർഭ ജല ചൂഷണ ഉപാധികളായിട്ടുള്ള കിണറുകളുടെ കാര്യത്തിൽ. ഭൂഗർഭജല സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലല്ല, പക്ഷെ ഭൂഗർഭജല ചൂഷണ ഉപാധികളായിട്ടുള്ള അല്ലെങ്കിൽ ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്ന കിണറുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ, കിണറുകളുടെ സാന്ദ്രതയിൽ നമ്മുടെ തീരപ്രദേശത്ത് ഏകദേശം 200 കിണറുകളാണ് ചതുരശ്ര കിലോമീറ്ററിൽ. ഇടനാട്ടിൽ 150, മലനാട്ടിൽ 70. ഇതാണ് നമ്മുടെ കിണറുകളുടെ സാന്ദ്രത. അപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടിയ കിണറുകളുടെ സാന്ദ്രതയുള്ള ഒരു ഭൂപ്രദേശമാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ. അപ്പം ഒരുപാട് ഭൂഗർഭജലം നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ മുൻപന്തിയിലുള്ളത്, അതായത് മഴവെള്ള ലഭ്യതയുടെ നദീജലത്തിന്റെ കാര്യത്തിൽ സമ്പുഷ്ടമല്ല. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് വെള്ളം ഇത്രയും ഒരു ദൗർലഭ്യം അനുഭവപ്പെടുന്നത്? ഒന്ന്, കാലികവുമായി അസന്തുലിതമായ മഴയുടെ വ്യാപനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതി, നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നീ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഏകദേശം 600 കിലോമീറ്ററോളം മാത്രം, അതിൽ താഴെ മാത്രം നീളവും ശരാശരി 30 കിലോമീറ്ററോളം വീതിയുമുള്ള 1.20 വീതി നീളം അനുപാതമുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നീണ്ട നേരത്തെ റിബൺ പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനം. ഈ നേരത്തെ കൂർത്ത സംസ്ഥാനത്തിൽ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 1000കണക്കിന് അടി ഉയരെ കിടക്കുന്ന സഖ്യപർവ്വത നിരകളും 365 ദിവസവും വെള്ളത്തിനടിയിൽ കിടക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളും, ഇപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് കേരളത്തിലെ ജലസംരക്ഷണ മാർഗങ്ങൾക്ക് ഒരു വലിയ തടസ്സമാണ്. പിന്നെ വനനശീകരണം, അതുപോലെ തന്നെ നഗരവൽക്കരണം, പിന്നെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ജനസംഖ്യ. ചുരുക്കം പറഞ്ഞാൽ
നമ്മുടെ സംസ്ഥാനത്തെ ജലപ്രതിസന്ധിയുടെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്ന വ്യതിയാനം. അതായത് ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വന്നുകൊണ്ട് കൃഷിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ തരിശിരണ്ടിയിരുന്ന അല്ലെങ്കിൽ കൃഷി മാത്രമായി ഉപയോഗിക്കേണ്ടിരുന്ന പല സ്ഥലങ്ങളും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ ആയി അശാസ്ത്രീയമായ രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങളും റോഡ് നിർമ്മാണങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂവിനിയോഗത്തിൽ വന്ന വ്യതിയാനമാണ് നമ്മുടെ സംസ്ഥാനത്തെ ജലപ്രതിസന്ധി. അത് വരൾച്ചയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അതിനുള്ള കാരണം നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്ന വ്യതിയാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു ഫോട്ടോ, മലബാർ മേഖലയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. ശുദ്ധജലത്തിന് വേണ്ടി ടോക്കൺ കൊടുത്തുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു മുത്തശ്ശിയുടെ ഫോട്ടോ ആണ്. അത് അന്നൊരു വേറിട്ട കാഴ്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു നിത്യ സംഭവമാണ്. എല്ലാ വേനൽക്കാലത്തും ഇതുപോലെയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ശുദ്ധജലം കൊടുക്കുന്നത്. ഇത് ശുദ്ധജലത്തിന് വേണ്ടി പലായനം നടത്തുന്ന വീട്ടമ്മമാരുടെ ചിത്രമാണ്. കിലോമീറ്ററോളം ഒരു പക്ഷേ വേനൽക്കാലത്ത് കുടവും ബക്കറ്റും ഒക്കെ ആയിട്ട് തലയിൽ വെള്ളം വെച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇത് മലപ്പുറം ജില്ലയിലെ ഒരു കാഴ്ചയാണ്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന വെച്ചിരിക്കുന്ന ബക്കറ്റുകളും കുടങ്ങളുമാണ്. ഇത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന പ്രമുഖ നദിയായിട്ടുള്ള കബനി നദിയുടെ അടിത്തട്ടാണ്. വയനാട്ടിൽ നദിയുടെ അടിത്തട്ടിൽ ശുദ്ധജലമുണ്ടോ എന്ന് തേടുന്ന ഒരു ആദിവാസികളുടെ ചിത്രമാണ്. ഇത് ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള തൂതപ്പുഴക്ക് കുറുകെ പോകുന്ന ഒരു പാലമാണ് കാണുന്നത്. തൂതപ്പുഴയിലെ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം വേനൽക്കാലത്ത് അവശേഷിച്ച ഏക ജലസ്രോതസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ പ്രമുഖ നദിയായിട്ടുള്ള ഭാരതപ്പുഴക്ക് കുറുകെ പോകുന്ന പാലമാണ്. കുറ്റിപ്പുറം ഭാഗത്തുള്ള ഭാരതപ്പുഴയുടെ ദൃശ്യമാണ്. അപ്പം 2018-ലും 2019-ലും പ്രളയകാലത്ത് ഏകദേശം ഇതുവരെ ഈ പില്ലറിന്റെ മുകൾ വശം വരെ വെള്ളം നിറഞ്ഞു നിന്നിരുന്ന പുഴയാണ്. പുഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്ന ചിത്രമാണ്. പിന്നെ വർഷങ്ങൾക്ക് മുൻപ് ടോംസ് വരച്ച ഒരു കോമിക്കിന്റെ, ഗോകുലം മോർണിംഗ് വരച്ച ഒരു കോമിക്കിന്റെ ഒരു ഭാഗമാണ് വെള്ളത്തിന് വേണ്ടിയുള്ള കയ്യാങ്കളി. ഇവരിലൊരാൾ നിങ്ങളല്ലേ? ഈ ചോദ്യം നമ്മളിപ്പോ സ്വയം ചോദിക്കുകയാണ്. ഇവരിലൊരാൾ നമ്മളല്ലേ? ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം. അപ്പൊ എന്താണ് സാക്ഷരത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അയാളുടെ പേര് ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാനോ വായിക്കാനുള്ള പ്രാവീണ്യം പ്രാഗൽഭ്യം ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ ലിറ്ററേറ്റ് എന്ന് വിളിക്കുന്നു, സാക്ഷരൻ. ഇതിന് മറ്റൊരു പേരുണ്ട്, ലെറ്റർ ലിറ്ററസി, അക്ഷര സാക്ഷരത. എന്നാൽ മറ്റൊരു സാക്ഷരതയുണ്ട്, ജലസാക്ഷരത. എന്താണ് ജലസാക്ഷരത? നിൽക്കുന്നുണ്ട്. മഴ പെയ്യുന്ന മഴവെള്ളം പല രീതിയിലായിട്ട് അന്തരീക്ഷത്തിലേക്ക് തന്നെ ജലബാഷ്പമായിട്ട് തിരിച്ചു പോകുന്നു. കുറച്ച് ഭൂമിയിൽ കെട്ടി നിൽക്കുന്നു, ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നു, ഭൂഗർഭജലമാകുന്നു. വീണ്ടും അത് വിവിധ ഘട്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ബാഷ്പീകരിച്ച് തിരിച്ചു പോകുന്നു. ചെടികൾ വലിച്ചെടുക്കുന്നത് സ്വേദന ബാഷ്പീകരണം വഴി പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം നദിയിലോ തടാകങ്ങളിലോ സമുദ്രത്തിൽ എത്തിച്ചേരുന്ന വെള്ളവും ജലബാഷ്പമായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന ഈ ജലബാഷ്പം അനുകൂലമായ സാഹചര്യത്തിൽ അത് ഘനീഭവിച്ച്, ബാഷ്പീകരണത്തിന്റെ നേരെ വിപരീത രൂപമാണ് ഘനീഭവനം. അങ്ങനെ ഘനീഭവിച്ച് അത് മഴത്തുള്ളികളായിട്ട് താഴേക്ക് വീണ്ടും പതിക്കുന്നു. ഇതൊരു ജലചക്രമാണ്. ഈ ചക്രം ഇതിന്റെ എല്ലാ കണ്ണികളും സുദൃഢമായിട്ടിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണികൾ അകലുകയോ കണ്ണികൾ പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും ഒക്കെ നിലനിൽപ്പ് തന്നെ ബാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അറിവാണ് ജലസാക്ഷരതയിൽ ആദ്യമായിട്ട് വേണ്ടത്. രണ്ടാമത് നമുക്ക് ചുറ്റും എത്രമാത്രം ശുദ്ധജലമുണ്ട് എന്നതിനെ കുറിച്ചുള്ള അറിവ്. മൂന്നാമത്തേത് ലളിതവും പരമ്പരാഗതവുമായ ജലസംരക്ഷണ മാർഗങ്ങള്. ഈ തടമെടുക്കുക, വരമ്പ് കൂട്ടുക, അതുപോലെ തന്നെ മണ്ണ് കൂനയായി കൂട്ടുകയും തട്ടി ഉടക്കുകയും ചെയ്യുക. അങ്ങനെ ഒരുപാട് തൊണ്ടടക്കുക, അങ്ങനെ ഒരുപാട് പരമ്പരാഗത ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞ് മാത്രമാണ്. അപ്പോൾ ലളിതവും പരമ്പരാഗതമായ ജലസംരക്ഷണ മാർഗങ്ങൾ, അതുപോലെ തന്നെ ലഭ്യമായ ജലം എങ്ങനെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാം, അതുപോലെ പ്രകൃതി വിഭവങ്ങളെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ, ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള അറിവ്, ജലം എങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് ജലസാക്ഷരത. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ചുറ്റും എത്രമാത്രം ശുദ്ധജലം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂഗോളത്തിന്റെ 2/3 ഭാഗം ജലമാണെങ്കിലും ഈ 2/3 ഭാഗമുള്ള ജലത്തിന്റെ 97.2% ഉപ്പുജലമാണ്. ഒരു 2.8% മാത്രമാണ് ശുദ്ധജലം. ഈ ശുദ്ധജലത്തിന് തന്നെ 2/3 ഭാഗം ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലുള്ള മഞ്ഞുമലകളാണ്. 1% താഴെ മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജലം. ഇനി വിവിധ ജീവജാലങ്ങൾക്ക് വേണ്ട ജലം ആവശ്യകതയാണ്. അത് മനുഷ്യന് ഒരു ദിവസം ശരാശരി 120 ലിറ്റർ ജലം വേണമെന്നാണ് പറയുന്നത്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനോട് 24 മണിക്കൂർ നേരത്തെ ജല ആവശ്യകത. പശുവിന് 200, പശുക്കിടാവിന് 40, എരുമ, പോത്ത്, ആട് എന്നീ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജലസാക്ഷരത ഇന്ന്
ഇന്നത്തെ ഒരു ഇപ്പൊ ഇതുവരെയുള്ള നാളിതുവരെയുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ പഠന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജലസാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറഞ്ഞ ജലസാക്ഷരതയുള്ള, ഏറ്റവും കൂടിയ ജലസാക്ഷരതയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ജലസാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിനെ നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ നേരിട്ടുള്ള ഉപയോഗമല്ലാതെ ജലം നമുക്ക് വിവിധ ഘട്ടങ്ങളിൽ വേറെ ആവശ്യമുണ്ട്. ഇപ്പൊ ഏതൊരു വസ്തുവിന്റെയും ഉൽപാദനത്തിന് പുറകിൽ ജലം ആവശ്യമുണ്ട്. 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 400 ലിറ്റർ ജലം വേണം. 1 കിലോഗ്രാം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 3000 ലിറ്റർ ജലം വേണം. നിലമൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത്, അത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാവുന്നത് വരെയുള്ള ജല ആവശ്യകത കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 1 കിലോഗ്രാം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏകദേശം 3000 ലിറ്റർ വെള്ളം വേണം. 1 കിലോഗ്രാം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏകദേശം 600 ലിറ്റർ വെള്ളം വേണം. അങ്ങനെ ആഗോള ശരാശരി സ്പിരിച്വൽ വാട്ടർ അല്ലെങ്കിൽ കൽപ്പിത ജല ആവശ്യകത എന്ന് പറഞ്ഞത് നേരിട്ടുള്ള ജലവിനിയോഗത്തിനേക്കാളും ഒരുപാട് കൂടുതലാണ്. 1200 ലിറ്റർ ജലമെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കണമെങ്കിൽ ഒരു ദിവസം ആവശ്യമായി വരുന്നു. ഇത്രയുമാണ് ജല ആവശ്യകത. അപ്പൊ ഒരിക്കലും നമ്മൾ ജലസമ്പുഷ്ടരല്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരാശരി വാർഷിക വർഷപാതം കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ജലമുണ്ട് എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അല്ലാതെ നമുക്ക് ജലസാക്ഷരത കുറവാണ് എന്നല്ലാതെ നമ്മൾ ജലസമ്പുഷ്ടരല്ല. ഇനി നമുക്ക് ജലം നമ്മുടെ ജീവിതത്തിൽ വിവിധ മേഖലയിൽ ആവശ്യമായി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാർഹികം, പിന്നെ കാർഷികം, പിന്നെ വ്യാവസായികം. ഗാർഹിക മേഖലയിലെ ജലവിനിയോഗം പക്ഷെ അതിന്റെ അളവ് വളരെ കുറവാണ്. വെറും 4% മൊത്ത ജലവിനിയോഗത്തിൻ്റെത് ഗാർഹിക മേഖലയിൽ, 72% കാർഷിക മേഖലയിൽ, 24% വ്യാവസായിക മേഖലയിൽ. അപ്പൊ വ്യാവസായിക മേഖലയിൽ ജല ദുരുപയോഗം ഇല്ല എന്ന് പറയാൻ കാര്യം അവിടെ വ്യക്തമായ ജല ഉപഭോഗ മാനദണ്ഡങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ ഗാർഹിക മേഖലയിലും കാർഷിക മേഖലയിലും ജല ഉപയോഗമല്ല, ജല ദുരുപയോഗമാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് മുതൽ ടാപ്പുകൾ തുറന്നിട്ടുകൊണ്ട് പല്ല് തേക്കുക, പാത്രം കഴുകുക, ഷേവ് ചെയ്യുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ടാപ്പ് തുറന്നിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒരല്പം കരുതലുണ്ടെങ്കിൽ ഗാർഹിക മേഖലയിലെ ജല ദുരുപയോഗം നമുക്ക് ഒരു പകുതിയോളം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ പൈപ്പുകളെല്ലാം തന്നെ ശരിയായ രീതിയിൽ മുറുക്കി അടക്കുക, ടാപ്പ് ലീക്ക് ഉണ്ടെങ്കിൽ പൈപ്പ് പൊട്ടിട്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കുക, അനാവശ്യമായിട്ടുള്ള ഫ്ലഷിങ്ങുകളെ കുറയ്ക്കുക. അതുപോലെ തന്നെ പല്ല് തേക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ടാപ്പ് തുറന്നിട്ടുകൊണ്ട് ചെയ്യാതിരിക്കുക. ഒരു പാത്രത്തിലേക്ക് ജലം ശേഖരിക്കാൻ അല്ലാതെ ഒരു ടാപ്പും ഫുൾ സ്പീഡിലോ കൂടുതൽ സമയമോ തുറക്കരുത്. അതായത് താഴെയുള്ള ഒരു പാത്രത്തിലേക്കോ ബക്കറ്റിലേക്കോ ജലം പിടിക്കാനല്ലാതെ ഒരു ടാപ്പ് പോലും അതിന്റെ മാക്സിമം വേഗതയിലോ കൂടുതൽ സമയമോ തുറക്കരുത്. കുറഞ്ഞ മിനിമം സമയവും മിനിമം വേഗതയിലും തുറക്കുക. ഒരുപാട് ജലം നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇനി കാർഷിക മേഖലയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാർഷിക മേഖലയിലെ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല. 72%. 72% ജലവിനിയോഗവും നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിലാണ്. ഈ 72%ത്തിന്റെ 90% ജലസേചനത്തിനാണ്. 10% മാത്രമാണ് നിലമൊരുക്കുന്നതിനും വിഭവ സംസ്കരണത്തിനും വിനിയോഗിക്കുന്നത്. അപ്പോ മൊത്ത ജലവിനിയോഗത്തിന്റെ ഏകദേശം 65% വിനിയോഗവും കാർഷിക മേഖലയിലെ ജലസേചനത്തിനാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന ജലസേന രീതിയുടെ ജലസേന കാര്യക്ഷമത ഞാൻ മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞു 15 മുതൽ 30% വരെയാണ്. അതായത് ഒരു ചാലു കീറിയാണ് ജലസേന കൊടുക്കുന്നതെങ്കിൽ വെറും 15% കാര്യക്ഷമത. ഹോസ് പിടിച്ച് തടം നിറച്ചൊഴുകുകയാണെങ്കിൽ അതിന്റെ കാര്യക്ഷമത 30%. അതായത് 100 ലിറ്റർ ജലം ഒരു ചെടിക്ക് ലഭ്യമാക്കിയാൽ ചെടിക്ക് കിട്ടുന്നത് പരമാവധി 30 ലിറ്ററും പാഴാവുന്ന 70 ലിറ്റർ. അപ്പം ഇത്രയും കുറഞ്ഞ ജലസേചന കാര്യക്ഷമതയുള്ള ജലസേന രീതികളാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിലെ ജല സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മാർഗമാണ് സൂക്ഷ്മ ജലസേന രീതികൾ അവലംബിക്കുക എന്നുള്ളത്. സൂക്ഷ്മ ജലസേന രീതി അവലംബിക്കുക വഴി നമുക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ ഉയർന്ന ലാഭവും സുസ്ഥിരതയും ഉന്നത ഗുണനിലവാരവും കാര്യക്ഷമമായ രോഗകീട നിയന്ത്രണവും അതോടൊപ്പം തന്നെ മണ്ണും ജല ഊർജ സംരക്ഷണവും ഭൂഗർഭജല ഉപരിതല ജല സ്രോതസ്സുകളുടെ സംരക്ഷണവുമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മ ജലസേന രീതി അനുവർത്തിക്കണമെന്ന് പറയുന്നത്. അപ്പം സൂക്ഷ്മ ജലസേന രീതികൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തില് അനുവർത്തിക്കുന്ന സൂക്ഷ്മ ജലസേന രീതികൾ ഒന്ന് മൈക്രോ സ്പ്രിംഗ്ലറുകൾ, അതുപോലെ തന്നെ സ്പ്രേ ജെറ്റുകൾ, അതുപോലെ തന്നെ കണിക ജലസേചനം, പിന്നെ തിരിനട. പിന്നെ സൂക്ഷ്മ ജലസേനത്തിന്റെ ചില സവിശേഷതകൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അനുവർത്തിക്കുന്ന ജലസേന രീതിക്ക് 5 സവിശേഷതകൾ ഉണ്ടെങ്കിൽ 1 വെള്ളം വളരെ കുറഞ്ഞ തോതിൽ മാത്രം, 2 വെള്ളം കൂടുതൽ സമയമെടുത്ത്, 3 വെള്ളം അടുത്തടുത്ത ഇടവേളകളിൽ, 4 വെള്ളം ചെടിയുടെ തടത്തിന് ചുറ്റും മാത്രമായിട്ട്, 5 കുറഞ്ഞ മർദ്ദത്തിൽ കുഴലുകൾ വഴി. ഈ 5 മാനദണ്ഡം പാലിക്കപ്പെടുന്ന ജലസേന രീതിയാണ് നമ്മൾ സൂക്ഷ്മ ജലസേനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 സവിശേഷതയുള്ള ജലസേന രീതിയെ മൈക്രോ ഇറിഗേഷൻ എന്ന് പറയാം.
നിർഭാഗ്യവശാൽ ഇന്ന് കുറെ ആളുകൾ അനുവർത്തിക്കുന്ന സ്പ്രിംഗ്ലർ ജലസേചനം സൂക്ഷ്മ ജലസേചനമല്ല. കാരണം സ്പ്രിംഗ്ലർ ജലസേചനത്തിന് വെള്ളം കുറഞ്ഞ തോതിലല്ല കൊടുക്കുന്നത്. വെള്ളം ചെടിയുടെ തടത്തിന് ചുറ്റും മാത്രമല്ല, പ്രദേശം മുഴുവനും ഒരു കൃത്രിമ മഴയെ പോലെയാണ് കൊടുക്കുന്നത്. വെള്ളം കുറഞ്ഞ മർദ്ദത്തിലല്ല സ്പ്രിംഗ്ലറിൽ കൊടുക്കുന്നത്. അപ്പൊ സ്പ്രിംഗ്ലർ ജലസേചന രീതിയെ ഒരിക്കലും നമുക്ക് സൂക്ഷ്മ ജലസേചനം എന്ന് പറയാൻ കഴിയില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് മാക്രോ ഇറിഗേഷൻ എന്ന് പറയാം. മൈക്രോ ഇറിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, മാക്രോ ഇറിഗേഷൻ. അതായത് പരമ്പരാഗത ജലസേന രീതിയേക്കാൾ അല്ലെങ്കിൽ ഉപരിതല ജലസേന രീതിയേക്കാൾ അല്പം കൂടി കാര്യക്ഷമത കൂടുതലുള്ള ജലസേന രീതി. അത് മാത്രമാണ് സ്പ്രിംഗ്ലറിന്റെ നേട്ടം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളുള്ള ജലസേന രീതിയാണ് സ്പ്രിംഗ്ലർ ജലസേചനം. അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണൊലിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു, കളയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ വളസേചനം അല്ലെങ്കിൽ വെള്ളത്തിനോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ കൊടുക്കുക എന്നുള്ളത് സ്പ്രിംഗ്ലറിൽ സാധ്യമല്ല. അതുപോലെ തന്നെ ശക്തമായ മർദ്ദത്തിൽ ജലം ചെന്ന് വീഴുമ്പോൾ ചെടികളുടെ പൂവും കായും, പ്രത്യേകിച്ച് പച്ചക്കറി പോലുള്ള വിളകളുടെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മാവില് പോലും പൂവൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പൂവും കായും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പ്രദേശം മുഴുവനും എപ്പോഴും ഈർപ്പ സാധ്യത നിലനിൽക്കുന്നതിനാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ സ്പ്രിംഗ്ലർ ജലസേന രീതി ഒരിക്കലും ഒരു ജലസംരക്ഷണ ജലസേന രീതിയല്ല, അല്ലെങ്കിൽ നമ്മൾ ശുപാർശ ചെയ്യാവുന്ന ഒരു ജലസേന രീതിയല്ല. വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഘട്ടത്തിൽ മാത്രമാണ് സ്പ്രിംഗ്ലർ നമ്മൾ ചെയ്യുന്നത്. തീറ്റപ്പുൽ കൃഷി, പുൽത്തകിടികൾ, കാപ്പി, തേയില, തെങ്ങിൻ തൈ നഴ്സറികൾ എന്നീ സ്ഥലങ്ങളിൽ മാത്രമാണ്. അതെല്ലാം വളപ്രയോഗം കൊടുക്കേണ്ട. തീറ്റപ്പുൽ കൃഷി, പുൽത്തകിടിലൊക്കെ ആണെങ്കിൽ വളം സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല. ബാക്കി സ്ഥലത്തൊന്നും വളം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ജലസേനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിക്കലും അതൊരു ലാഭകരമായ ജലസേന രീതിയല്ല സ്പ്രിംഗ്ലർ ജലസേന രീതി. അപ്പൊ ഏതൊക്കെയാണ് സൂക്ഷ്മ ജലസേന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോ സ്പ്രിംഗ്ലറുകൾ, ചെടിയുടെ തടത്തിൽ ചെടിയുടെ വേരുപടങ്ങൾക്ക് ചുറ്റും മാത്രമായിട്ട് വെള്ളം എത്തിക്കുന്ന മൈക്രോ സ്പ്രിംഗ്ലറുകൾ സൂക്ഷ്മ ജലസേന രീതിയാണ്. അതുപോലെ തന്നെ സ്പ്രേ ജെറ്റുകൾ. സ്പ്രേ ജെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിൽ നിന്ന് ജലം സ്പ്രേ പുറത്തേക്ക് വരുന്നത് പോലെ നേരത്തെ കണികളായിട്ട് പുറത്തേക്ക് വരുന്ന സ്പ്രേ ജെറ്റുകൾ. അതായത് ഓർക്കിഡ്, അന്തൂറിയം, വാനില പോലുള്ള ചെടികൾക്കാണ് നാം സാധാരണയായിട്ട് സ്പ്രേ ജെറ്റുകൾ ഉപയോഗിക്കുന്നത്. അത് സൂക്ഷ്മ ജലസേന രീതിയാണ്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ കണിക ജലസേനം, തുള്ളി നന എന്നും പറയും. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട ജലം ദിവസേന നേരത്തെ കണികളായിട്ട് അതിന്റെ വേര് ചുറ്റി കൊടുക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ. പിന്നീട് തിരിനന. ഇത്രയുമാണ് കേരളത്തിൽ അനുവർത്തിക്കുന്ന സൂക്ഷ്മ ജലസേന രീതികൾ. അത് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട ജലം ദിവസേന നേരത്തെ കണികളായിട്ട് അതിന്റെ വേര് ചുറ്റി കൊടുക്കുകയാണ്. ഇവിടെ പരമ്പരാഗത ജലനഷ്ടങ്ങളായിട്ടുള്ള ഉപരിതല ജലപ്രവാഹം, സർഫസ് റൺ ഓഫ്, അതിന് താഴേക്ക് കിരിഞ്ഞിറങ്ങിയിട്ടുള്ള ജലനഷ്ടം, ഡീപർക്കുലേഷൻ, ബാഷ്പീകരണം, ഇവാപറേഷൻ തുടങ്ങിയ നഷ്ടങ്ങളില്ല. അതുകൊണ്ട് ജലസേന കാര്യക്ഷമത ഏകദേശം 95% വരെയാണ്. അതായത് 10 ലിറ്റർ ജലം നമ്മൾ പരമ്പരാഗത ജലസേന രീതിയായിട്ടുള്ള ചാലു രീതിയാണ് ഒരു ചെടിക്ക് കൊടുക്കുന്നതെങ്കിൽ പരമാവധി ചെടിക്ക് കിട്ടുന്നത് 1.5 ലിറ്ററും പാഴാവുന്നത് 8 ലിറ്റർ. ഇതേ 10 ലിറ്റർ ജലം ഒരു ഹോസ് പിടിച്ച് ചെടിയുടെ തടത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് പരമാവധി കിട്ടുന്നത് 3 ലിറ്ററും പാഴായി പോകുന്നത് 7 ലിറ്ററും. ഇതേ 10 ലിറ്റർ സ്പ്രിംഗ്ലർ വഴി കൊടുക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് 60% വരെയാണ് കാര്യക്ഷമത. 6 ലിറ്ററോളം ചെടിക്ക് കിട്ടുന്നു, 4 ലിറ്റർ പാഴായി പോകുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കള അനിയന്ത്രിതമായിട്ട് വളരുന്നു. ഇനി ഇതേ 10 ലിറ്റർ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ 9 ലിറ്റർ ജലം വരെയും ചെടിക്ക് കിട്ടുന്നു. അതാണ് ഇതിന്റെ നേട്ടം. ഇനി ഡ്രിപ്പ് ഇറിഗേഷന്റെ പൊതുവെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ലഭ്യമായ ജലം കാര്യക്ഷമമായി വിനിയോഗിക്കാം. കാര്യം ഉപരിതല ജലസേന രീതിയുടെ 3 ഇരട്ടിയോളം ജലസേന കാര്യക്ഷമത ഉള്ളത് കൊണ്ട് 1 ഏക്കർ ജലസേനത്തിന് വേണ്ടി പരമ്പരാഗത രീതിയിൽ കരുതിയിരിക്കുന്ന ജലമുണ്ടെങ്കിൽ നമുക്ക് 3 ഏക്കർ വരെ ജലസേനം കൊടുക്കാം. അതുപോലെ തന്നെ വളർച്ചയും ഉത്പാദനവും കൂടുന്നു. ചുരുങ്ങിയത് 2 ഇരട്ടിയോളം ഉത്പാദനവും കിട്ടുന്നു, വിളവും കിട്ടുന്നു. അപ്പം 1 ഏക്കർ ജലസേനത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന ജലം കൊണ്ട് നമുക്ക് 3 ഏക്കർ വരെ ജലസേനം കൊടുക്കാം. ഓരോ ഏക്കറിലും ഇരട്ടിയോളം ഉത്പാദനം. അപ്പൊ അതായത് മൊത്തത്തിലുള്ള നേട്ടം ഏകദേശം 6 ഇരട്ടിയോളമാണ്. കളയെ തടയുന്നു, വളപ്രയോഗം സാധ്യമാണ്. ഫെർട്ടിലൈസേഷൻ അല്ല ഫെർട്ടിഗേഷൻ, വെള്ളത്തിനോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറഞ്ഞ ഊർജം മതി, തൊഴിലാളികൾ അധികം ആവശ്യമില്ല, ചെരുവുള്ള പ്രദേശങ്ങളിലും നിരപ്പല്ലാത്ത പ്രദേശങ്ങളിലും അനുയോജ്യം. ഇത് 3 ജലസേന രീതിയിലും ജലം കെട്ടി നിൽക്കുന്ന ഒരു രൂപമാണ് പരമ്പരാഗത ജലസേന രീതി, സ്പ്രിംഗ്ലർ ജലസേന രീതി. പരമ്പരാഗത ജലസേന രീതിയിലും ഡ്രിപ്പ് സ്പ്രിംഗ്ലറിലും ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇനി ഡ്രിപ്പ് ഇറിഗേഷന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ: പമ്പ് അല്ലെങ്കിൽ ഒരു ഊർജ്ജ സ്രോതസ്സുള്ള പമ്പ് അല്ലെങ്കിൽ ടാങ്ക് എന്ന് പറയും. ഈ ടാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ നമുക്ക് ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സാധ്യമല്ല. കാരണം ഡ്രിപ്പ് ഇറിഗേഷന്റെ എമിറ്ററുകൾ മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ മാത്രമാണ്.
1 kg/cm² മർദ്ദം എന്ന് പറയുന്നത് ഏകദേശം 10 മീറ്റർ ഉയരത്തിലിരിക്കുന്ന ഒരു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ മർദ്ദമാണ്. 1 kg/cm² എന്ന് പറഞ്ഞത് 10 മീറ്റർ ഓഫ് വാട്ടർ ആണ്, 10 meters ഓഫ് വാട്ടർ. അപ്പൊ ഇവിടെ 10 മീറ്റർ ഉയരത്തിൽ, അതായത് ഒരു 3 നില ബിൽഡിങ്ങിന്റെ മുകളിൽ, അത്രയും പൊക്കത്തിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ടാങ്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ 10 മീറ്റർ മർദ്ദം കിട്ടുന്നത്. അത് ഡ്രിപ്പ് മാത്രം വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വെഞ്ചറി അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ടുള്ള സംവിധാനം, ഫിൽറ്ററുകളൊക്കെ ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് സാൻഡ് ഫിൽറ്റർ ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ജലമുള്ള ഒരു അവസരത്തിൽ ഒരു ഡിസ്ക് ഫിൽറ്ററും ഒരു വെഞ്ചറിയും ഡ്രിപ്പും കൂടി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പോലും ചുരുങ്ങിയത് നമുക്ക് 3 kg/cm² മർദ്ദം, അതായത് 30 മീറ്റർ ഉയരത്തിൽ ഒരു 10 നില ബിൽഡിങ്ങിന് അത്രയും പൊക്കത്തിൽ ജലം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ടാങ്ക് ഉപയോഗിച്ച് ശരിക്കും പറയാൻ പറ്റില്ല. പിന്നെ വലിയ ഓവർഹെഡ് ടാങ്കുകളുണ്ട്, മിലിറ്ററി ബാരക്കിലൊക്കെ ഉള്ളത് പോലത്തെ വലിയ ടാങ്കുകളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഇത് അനുയോജ്യമാകുന്നുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നത് പ്രായോഗികമല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പമ്പ് തന്നെ തിരഞ്ഞെടുക്കണം. ഈ പമ്പിനെ നമ്മൾ പറയുന്നത് ഈ കണിക ജലസേചനത്തിന്റെ ഹൃദയം എന്നാണ്, ഹാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സോറി, പമ്പിനെ പറയുന്നത് ഹെഡ് ഓഫ് ദ സിസ്റ്റം, കണിക ജലസേചനത്തിന്റെ തല എന്നാണ് പറയുന്നത്. ഹൃദയം എന്ന് പറയുന്നത് ഫിൽറ്ററാണ്, ഫിൽറ്ററിനെ പറയുന്നത് ഹാർട്ട് ഓഫ് ദ സിസ്റ്റം. അപ്പം ഈ പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഡിസ്ചാർജ്, 2 ഹെഡ്. നമുക്ക് ആവശ്യമുള്ള നിർഗമന ശേഷി, ഒരു മണിക്കൂറിൽ എത്ര ലിറ്റർ ജലം നമുക്ക് പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതാണ് അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്, നിർഗമന ശേഷി. അതുപോലെ എത്ര മർദ്ദത്തിലാണ് വെള്ളം പമ്പ് ചെയ്യേണ്ടത്, ഹെഡ്. ഇത് 2 അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഫിൽറ്ററുകളാണ്. ഫിൽറ്ററുകൾ ഹൃദയം ആണ് പറയുന്നത്, ഹാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. 2 തരം ഫിൽറ്ററുകളുണ്ട്. പ്രൈമറി ഫിൽറ്ററുകളുണ്ട്, സെക്കൻഡറി ഫിൽറ്ററുണ്ട്. 1ാം ഘട്ട ഫിൽറ്ററും 2ാം ഘട്ട ഫിൽറ്ററുണ്ട്. 1ാം ഘട്ട ഫിൽറ്റർ ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യാനാണ്. അതിൽ തന്നെ 2 തരമുണ്ട്. ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ എന്ന് പറയും. വെള്ളത്തിൽ മണൽത്തരികൾ ഉണ്ടെങ്കിൽ അതിനെ അരിച്ചു മാറ്റാനായിട്ട് കോണാകൃതിയിലുള്ള ഒരു ഫിൽറ്ററാണ് അത്. ഇത് ഒരു കോണാകൃതിയിലുള്ള ഒരു ഫിൽറ്ററിനകത്ത് കൂടി വെള്ളം കയറി ഇറങ്ങുമ്പോൾ ആ കോണാകൃതി ഓരോ ഭാരമേറിയ മൺതരികൾ താഴെ വന്ന് അടിയുകയാണ് ചെയ്യുന്നത്. അതാണ് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ. ഒരു വെള്ളത്തിൽ മണൽത്തരികൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഴൽക്കിണറിൽ, ആഴമേറിയ കുഴൽക്കിണറിൽ നിന്ന് പുഴയിൽ നിന്നൊക്കെ പമ്പ് ചെയ്യുമ്പോൾ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ വെക്കണം. രണ്ടാമത്തേത് ഗ്രാവൽ ഫിൽറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ മീഡിയ ഫിൽറ്റർ, സാൻഡ് ഫിൽറ്റർ എന്ന് പറയും. അത് ഈ പൊങ്ങിക്കിടക്കുന്ന വായന പോലുള്ള മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഈ വായന പോലുള്ള മാലിന്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സാന്നിധ്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി ഫിൽറ്ററിൽ ചിലപ്പോൾ 2 പ്രൈമറി ഫിൽറ്റർ വേണ്ടി വരും, ചിലപ്പോൾ 1 പ്രൈമറി ഫിൽറ്റർ. മണൽത്തരി മാത്രമാണെങ്കിൽ ഹൈഡ്രോസൈക്ലോൺ, പായൽ ഉണ്ടെങ്കിൽ ഗ്രാവൽ ഫിൽറ്റർ, 2 ഉണ്ടെങ്കിൽ 2 ഫിൽറ്റർ. അപ്പൊ ഇത് വെക്കേണ്ടത് ആദ്യം ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ആദ്യം ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ വെക്കുക, രണ്ടാമത് ഗ്രാവൽ ഫിൽറ്റർ വെക്കുക. അതിനുശേഷം വളപ്രയോഗം, ഫെർട്ടിഗേഷൻ. അതിനുശേഷമാണ് ഈ 2ാം ഘട്ട ഫിൽറ്റർ, സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽറ്റർ കൊടുക്കേണ്ടത്. 2നും ഒരേ ഉപയോഗമാണ്. സ്ക്രീൻ ഫിൽറ്ററിന് വില കുറവാണ്, മർദ്ദനഷ്ടം കൂടുതലാണ്, കാര്യക്ഷമത കുറവാണ്. ഡിസ്ക് ഫിൽറ്ററിന് വില കൂടുതലാണ്, മർദ്ദനഷ്ടം കുറവാണ്, കാര്യക്ഷമത കൂടുതലാണ്. അപ്പൊ ഇത് 2മാണ്. പുതിയ സിസ്റ്റത്തിലൊക്കെ ഡിസ്ക് ഫിൽറ്റർ ആണ് ഉള്ളത്. പിന്നീട് വരുന്നതാണ് മെയിൻ പൈപ്പുകൾ, പ്രധാന പൈപ്പുകൾ. 40 മുതൽ 110 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പുകൾ അല്ലെങ്കിൽ PVC പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ HDP പൈപ്പുകൾക്ക്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പുകൾക്ക് വില കൂടുതലാണ്. അതിന് കാലാവധി, അതിന് കൂടുതൽ ദൈർഘ്യം കിട്ടും, അതിന്റെ കാര്യക്ഷമതയും കാലാവധിയും ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ ഘർഷണം മൂലമുള്ള മർദ്ദനഷ്ടം കുറവാണ്. PVC പൈപ്പുകൾ 5 മീറ്റർ നീളമുള്ള ലെങ്ത് ആയിട്ടാണ് കിട്ടുന്നത്, അതിൽ ജോയിന്റ് ആക്കണം. HDP നമുക്ക് റോൾ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാം, അപ്പം ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മർദ്ദനഷ്ടം ഇല്ല, ഘർഷണം മൂലമുള്ള മർദ്ദനഷ്ടം കുറവാണ്, വളരെ കുറവാണ്. പിന്നെ അതിന് ഡ്യൂറബിലിറ്റി, അതിന് ലൈഫ് കൂടുതൽ കിട്ടും നമുക്ക്. രണ്ടാമത് വരുന്നതാണ് ഉപപ്രധാന പൈപ്പുകൾ. അത് 25 മുതൽ 50 മില്ലിമീറ്റർ വരെ ഇതേ പൈപ്പുകൾ തന്നെയാണ്. ഒന്നിന് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ അല്ലെങ്കിൽ PVC പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ശാഖാ പൈപ്പുകൾ. ശാഖാ പൈപ്പുകൾ 12 മില്ലിമീറ്റർ അല്ലെങ്കിൽ 16 മില്ലിമീറ്റർ വ്യാസമുള്ള ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പുകൾ അല്ലെങ്കിൽ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. LLDP പൈപ്പുകൾ, ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പുകൾക്ക് വിലയും കാര്യക്ഷമതയും കൂടുതലാണ്, ലൈഫും കൂടുതൽ കിട്ടുന്നു. പിന്നീട് വരുന്നതാണ് എമിറ്ററുകൾ. മണിക്കൂർ 2 ലിറ്ററും 4 ലിറ്ററും 8 ലിറ്ററും നിർഗമന ശേഷിയുള്ള എമിറ്ററുകളുണ്ട്. പച്ചക്കറി പോലുള്ള ഹ്രസ്വകാല വിളകൾക്ക് മണിക്കൂറിൽ 2 ലിറ്റർ നിർഗമന ശേഷിയുള്ള എമിറ്ററാണ് ഉപയോഗിക്കുന്നത്, 1 എമിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സീസണൽ ക്രോപ്സിന് മണിക്കൂറിൽ 2 ലിറ്റർ നിർഗമന ശേഷിയുള്ള 1 എമിറ്റർ. വാർഷിക വിളകൾക്ക്, വാഴ പോലുള്ള വാർഷിക വിളകൾക്ക്
മണിക്കൂറിൽ 4 ലിറ്റർ നിർഗമന ശേഷിയുള്ള 2 എമീറ്ററുകളാണ് വെക്കുന്നത്. ബഹുവാർഷിക വിളകൾക്ക് മണിക്കൂറിൽ 8 ലിറ്റർ നിർഗമന ശേഷിയുള്ള 2 3 പരമാവധി 4. ഏറ്റവും കൂടുതൽ എമീറ്ററുകൾ നമ്മൾ വെക്കുന്നത് തെങ്ങിനാണ്. 8 ലിറ്റർ നിർഗമന ശേഷിയുള്ള 4 എമീറ്ററുകളാണ് വെക്കുന്നത്. 8 × 4 32 ലിറ്ററാണ് തെങ്ങിന്റെ ഒരു ദിവസം ജലാവശ്യകത. ഇതാണ് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ. വെള്ളം ഇതിന് സമാന്തരമായി വന്ന് കുത്തനെ മുകളിലോട്ട് പോകുന്ന പോക്കിൽ ഒന്ന് കറങ്ങുമ്പോൾ ഭാരമേറിയ മണൽത്തരികൾ താഴെ വന്ന് അടിയുന്നു, ഇവിടെ വന്ന് അടിയുന്നു. ഇത് നമുക്ക് തുറന്നെടുത്ത് മാറ്റാൻ കഴിയും. ഇതാണ് സാൻഡ് ഫിൽറ്റർ അല്ലെങ്കിൽ മീഡിയ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ ടാങ്കിനകത്ത് പകുതിയോളം നല്ല പഞ്ചസാര പോലുള്ള ഒരേ വലുപ്പമുള്ള തരികളുടെ മണൽ നിറച്ചിരിക്കുകയാണ്. മുകൾ വശത്ത് കൂടി വെള്ളം കടന്നു വരുന്നു. ഈ മണൽത്തിട്ടയിൽ കൂടെ ഇറങ്ങി അടിഭാഗത്ത് കൂടി വെള്ളം പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. മണലരിപ്പ എന്ന് പറയും. ഇത് പായൽ പോലുള്ള മലകൾ നീക്കാനാണ്. ഇതാണ് സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറയും. അത് പലതരം സ്ക്രീൻ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീല്, ബ്രാസ്, ബ്രോൺസിന്റെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ തുറന്ന് മാറ്റാവുന്നതാണ്. പിന്നീട് വരുന്നതാണ് ഡിസ്ക് ഫിൽറ്റർ. പോളിപ്രൊപ്പലീൻ എന്ന് പറഞ്ഞ ഡിസ്കുകൾക്ക് നടുഭാഗത്തിന് ദ്വാരം വിട്ട് ഒരു തണ്ടിനകത്ത് കൂടി, അതായത് CD വെക്കുന്ന മാത്രം വരെ, CD കമ്പ്യൂട്ടറിലെ CD വെക്കുന്നത് പോലെ നടുഭാഗത്തിന് ദ്വാരവും ഇതിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പോളിപ്രൊപ്പലീൻ ഡിസ്കുകളാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ, വളസേചനം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ, അത് കഴിയുമ്പോൾ തന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ, അത് ഡിസ്ക് ആയാലും ശരി സ്ക്രീൻ ഫിൽറ്റർ ആയാലും ശരി, ഇതിനെ തുറന്ന് ഒരു ടാപ്പിനടിയിൽ റണ്ണിങ് വാട്ടർ ഒഴുകുന്ന ഒരു ടാപ്പ് തുറന്ന് അതിനടിയിൽ പിടിച്ചുകൊണ്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് വരച്ച് നമ്മൾ വൃത്തിയാക്കണം. സെക്കൻഡറി ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഓരോ തവണ ഫെർട്ടിഗേഷൻ കൊടുത്തു കഴിയും. ഇനി ശാഖാ പൈപ്പുകൾ. ഇത് 2 തരം ശാഖാ പൈപ്പുകളുണ്ട്. ഓൺലൈൻ ഉണ്ട്, ഇൻലൈനും ഉണ്ട്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ലൈനിന് മുകളിലാണ്. അതായത് ശാഖാ പൈപ്പുകൾ പ്ലെയിൻ അല്ലെങ്കിൽ ഓൺലൈൻ ലാറ്ററൽ എന്ന് പറയും. ശാഖാ പൈപ്പുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ കുഴൽ പോലെ ഇരിക്കും. ഇതാണ് ഓൺലൈൻ അല്ലെങ്കിൽ പ്ലെയിൻ ശാഖാ പൈപ്പുകൾ, പ്ലെയിൻ ലാറ്ററൽസ്. അതിന് മുകളിൽ വെക്കുന്നതാണ് എമീറ്ററുകൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതാണ് ഓൺലൈൻ എമീറ്റർ. ഇങ്ങനെയാണ് വെക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മണിക്കൂറിൽ 2 ലിറ്ററും 4 ലിറ്ററും 8 ലിറ്ററും നിർഗമന ശേഷിയുള്ള ഈ എമീറ്ററുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് വിവിധ കളർ കൊടുത്തിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ അടപ്പിന്റെ കളർ നോക്കിക്കൊണ്ടാണ് 2 ലിറ്ററാണോ 4 ലിറ്ററാണോ 8 ലിറ്ററാണോ. ശരിക്കും പറഞ്ഞാൽ ഈ ലിറ്ററിന്റെ വ്യതിയാനം വരുന്നതിനകത്ത് ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണാണ്. അപ്പൊ ഇത് ഫാക്ടറിയിൽ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അസംബ്ലി ചെയ്യുന്ന ആളുകളുടെ എളുപ്പത്തിന് വേണ്ടി ഈ ഡിസ്കിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. അതും പല കളറിലാണ് കൊടുക്കുന്നത്. അപ്പൊ സാധാരണയായിട്ട് നീല, കറുപ്പ്, അതുപോലെ തന്നെ മഞ്ഞ 3 തരം ഡിസ്കാണ് കൊടുക്കുന്നത്. പുറത്തും അതേപോലെയാണ് കൊടുക്കുന്നത്. അപ്പം അകത്തുള്ള കളർ കോഡും പുറത്തുള്ള കളർ കോഡും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഫാക്ടറിയിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ബട്ടന് വിവിധ കളർ കൊടുത്തിരിക്കുന്നത്. ഇത് വാങ്ങുന്നവനും വിൽക്കുന്നവനും തിരിച്ചറിയാൻ വേണ്ടിയാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത് ഈ കളർ. 2 ആണോ 4 ആണോ 8 ആണോ പെട്ടെന്ന് തിരിച്ചറിയാൻ. അപ്പം പച്ചക്കറി പോലുള്ള വിളകൾക്ക് 2 ലിറ്ററിന്റെയും വാർഷിക വിളകൾക്ക് 4 ലിറ്ററിന്റെയും ബഹുവാർഷികൾക്ക് 8 ലിറ്ററിന്റെയും എമീറ്ററുകളാണ്. അത് പെട്ടെന്ന് വാങ്ങാനായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. പിന്നീട് വരുന്നതാണ് ഇൻലൈൻ എമീറ്ററുകൾ. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിനകത്താണ് എമീറ്ററുകൾ. എമീറ്ററുകൾ ഇതുപോലെ ഒരു ദ്വാരമാണ് ഉണ്ടാവുള്ളൂ. നമ്മുടെ തള്ളവിരൽ മീൻസ് എന്തായാലും ചൂണ്ടുവിരലൊക്കെ നിവർത്തി പിടിക്കുമ്പോൾ നടുഭാഗത്ത് തടിപ്പ് കാണുന്നത് പോലെ ഒരു ചെറിയൊരു ബൾജിങ് മാത്രമാണ്. ഈ ദ്വാരമാണ് ഇതിന്റെ എമീറ്ററുകൾ. ഇത് പൈപ്പിനകത്താണ് എമീറ്റർ ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻലൈൻ എമീറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ശാഖാ പൈപ്പ് ആദ്യം വാങ്ങുക, ഇങ്ങനത്തെ എമീറ്ററുകൾ വാങ്ങുക, അതിനെ പഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഫിറ്റ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ചെലവും കൂടുതലാണ്. ശാഖാ പൈപ്പിന്റെയും എമീറ്ററുകളുടെയും കൂടി പൈസ ചേർക്കുമ്പോൾ ആകുന്ന ചെലവിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻലൈൻ എമീറ്റർ, ഇതാണ് ഇൻലൈൻ എമീറ്റർ, ഇതുപോലെ ഇൻലൈൻ എമീറ്റർ. അപ്പൊ ഇതിന് ചെലവ് കുറവാണ്, ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ശാഖാ പൈപ്പ് ജസ്റ്റ് കണക്ട് ചെയ്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എമീറ്ററുകൾ ഇങ്ങനെ കൃത്യമായ ദൂരത്തിൽ ജലം വന്നോളും. അപ്പം ചെലവ് കുറവാണ്, ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ അല്പമെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ, ഫിൽറ്ററുകൾ ശരിയല്ല എങ്കിൽ ഒരിക്കലും ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് വലിയ പാടാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അറിയാം, ഇത് ഒരിക്കലും പക്ഷെ ഇത്തരം എമീറ്ററുകൾ ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇതുപോലെ തുറന്ന് ഇതിനെ ഒരു പൈപ്പിനടിയിൽ മറ്റു പിടിച്ച് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് വരച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും, വലിച്ചെടുത്ത് ബ്ലോക്ക് മാറ്റാൻ പറ്റും, ഇതുപോലെ തന്നെ ഊരിയെടുക്കാൻ പറ്റും. അതായത് ഇൻലൈൻ എമീറ്ററുകൾക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനെ ഊരിയെടുക്കാൻ പറ്റില്ല, ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം പോകും. അതുപോലെ തന്നെ ഈ എമീറ്ററുകളുടെ ഇൻലൈൻ എമീറ്ററുകളുടെ ഇടയകലം കമ്പനിയിൽ നിന്ന് ഫിക്സ് ചെയ്യുന്നതാണ്. ഈ 40 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ചെടിയുടെ ഇടയകലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ എമീറ്ററുകളുടെ ഇടയകലം മാറ്റാൻ പറ്റില്ല. അപ്പൊ ഓരോ വർഷവും വ്യത്യസ്ത ഇടയകലമുള്ള ചെടികളാണെങ്കിൽ അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ഈ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നു, ചെടി നിൽക്കുന്നത് വേറെ അകലത്തിലായിരിക്കും. നേരെ മറിച്ച് ഇത്തരം എമീറ്ററുകളാണെങ്കിൽ ഈ ഇടയകലം
മാറുമ്പോൾ നമുക്ക് ഇതിനെ വലിച്ചുകൂരി ഇവിടെ ഡമ്മി എന്ന് പറഞ്ഞൊരു എമീറ്റർ ഉണ്ട്. ഒരു 25 പൈസ 50 പൈസ കൊടുത്താൽ കിട്ടും. ആ ഡമ്മി ഇട്ട് അടച്ചതിന് ശേഷം വേറെ സ്ഥലത്ത് നമുക്ക് പഞ്ച് ചെയ്തിട്ട് എമീറ്ററിനെ മാറ്റാം. അപ്പൊ ഈ ഡമ്മി പ്രയോഗവും ഇടയകലം മാറ്റുന്നതും ഓൺലൈൻ എമീറ്ററിൽ സാധ്യമാകും. അതുപോലെ തന്നെ ഈ വെള്ളം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന സൗകര്യവും അതുപോലെ തന്നെ പക്ഷെ അതേ സമയം തന്നെ ഓൺലൈൻ എമീറ്ററുകൾക്ക് ചെലവും അത് ഫിറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഇനി ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ എല്ലാ ചെടികൾക്കും ലഭ്യമാക്കും. അതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും ഒരേപോലെ നമ്മൾ ലഭ്യമാക്കണം. അപ്പൊ ഇതിനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വെള്ളവും വളവും ഊർജവും ലാഭിക്കാൻ കഴിയുന്നു. അപ്പൊ പണ്ടൊക്കെ പറയുമായിരുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് വളസേചനം എന്ന് പറഞ്ഞ ഒരു സാധ്യതയുണ്ട് എന്ന്. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഫെർട്ടിഗേഷൻ ഇസ് നോട്ട് എൻ ഓപ്ഷൻ, ഇറ്റ്സ് എൻ അബ്സല്യൂട്ട് നെസസിറ്റി. അഥവാ വളസേചനം എന്ന് പറഞ്ഞത് ഒരു സാധ്യതയല്ല, മറിച്ച് നമ്മുടെ ബാധ്യതയാണ്. നമ്മള് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്പ്രിംഗ്ലർ ജലസേചനം ഒട്ടും നമ്മൾ ഒരു അനുയോജ്യമായ ജലസേചന രീതിയിൽ അത്രയും പൈസ ചെലവാക്കി, ഡ്രിപ്പിനേക്കാൾ ചെലവ് കൂടുതലാണ് സ്പ്രിംഗ്ലറിന്, അത്രയും പൈസ ചെലവാക്കി സ്പ്രിംഗ്ലർ ഇട്ട് കഴിഞ്ഞാൽ വളപ്രയോഗം സാധ്യമല്ല. അപ്പം സാധാരണയായിട്ട് പരമ്പരാഗത വളപ്രയോഗത്തിൽ വളവിനിയോഗ കാര്യക്ഷമത വെറും 25-30%. ഇവിടെ ഈ സൂക്ഷ്മ ജലസേചന രീതിയിൽ വളസേചനം വഴി വളം കൊടുക്കുമ്പോൾ വളവിനിയോഗ കാര്യക്ഷമത 90%. അപ്പൊ 3 ഇരട്ടിയോളം വള വിനിയോഗ കാര്യക്ഷമതയും 3 ഇരട്ടിയോളം ജലവിനിയോഗ കാര്യക്ഷമതയും നമുക്ക് സൂക്ഷ്മ ജലസേചന രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നു. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളസേചനം ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ, ഇറ്റ്സ് എൻ അബ്സല്യൂട്ട് നെസസിറ്റി. അതൊരു സാധ്യതയല്ല, മറിച്ച് നമ്മുടെ ബാധ്യതയാണ്. ഈ പദം വന്നത് എങ്ങനെയാണ്? വളപ്രയോഗം ജലസേചനം, വളപ്രയോഗത്തിന്റെ പകുതിയും ജലസേചനത്തിന്റെ പകുതിയും ചേർന്നാണ് വളസേചനമായത്. ഫെഡ് ആൻഡ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ. ഇത് പരമ്പരാഗത വളപ്രയോഗം, വേണ്ടതും വേണ്ടാത്തതും വാരി വലിച്ചിട്ട് കൊടുക്കുന്നത്, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും. ഇവിടെ വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത് വേണ്ട സമയത്ത്. ഇനി ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായിട്ട് നമുക്ക് വളം കൊടുക്കാൻ കഴിയുന്നു, വേറിന് ചുറ്റും മാത്രമായിട്ട് വളം കൊടുക്കാൻ കഴിയുന്നു. ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് മെത്തേഡ്, പെട്ടെന്നും എളുപ്പത്തിലും വലിച്ചെടുക്കാൻ കഴിയാവുന്ന രൂപത്തിലാണ് നമുക്ക് ഈ വളം കൊടുക്കുന്നത്. പിന്നീട് വളം ലാഭിക്കുന്നു, അടുത്തടുത്ത ഇടവേളകളിൽ വളം കൊടുക്കാൻ കഴിയുന്നു. വ്യത്യസ്തമായ ഗ്രേഡിൽ, വ്യത്യസ്തമായ തോതിൽ, വ്യത്യസ്ത രീതിയിൽ സൂക്ഷ്മ മൂല്യങ്ങളും അടിസ്ഥാന മൂല്യങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. ഭൂഗർഭജലം, ഈ പരമ്പരാഗത വളപ്രയോഗവും ജലസേചനവും കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിനോടൊപ്പം തന്നെ കറങ്ങി താഴേക്ക് പോയിക്കൊണ്ട് ഭൂഗർഭജല സ്രോതസ്സുകൾ മലിനമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആ ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതെ ഇതിനെ രക്ഷിക്കാൻ കഴിയുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ നേട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഭൂഗർഭജലം മലിനമാവുന്നില്ല. ഇത്രയും നേട്ടങ്ങളാണ് നമുക്ക് ഇതിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ നേട്ടങ്ങളാണെങ്കിലും ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് മെത്തേഡ് എന്നാണ്. പെട്ടെന്ന് എളുപ്പത്തിലും വലിച്ചെടുക്കാൻ കഴിയാവുന്ന രൂപത്തിലാണ് നമ്മൾ വളം കൊടുക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. നമുക്കറിയാം, സാധാരണയായിട്ട് രോഗം കൂടുതലായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന രോഗിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഈ ഇഞ്ചക്ഷൻ വഴിയല്ല, മീൻസ് ഡ്രിപ്പ് വഴിയാണ്. അപ്പൊ രോഗിയുടെ കയ്യിൽ നമ്മൾ ഒരു ഡ്രിപ്പിന്റെ കാനുല കുത്തി വെച്ച് ഡ്രിപ്പ് IV കൊടുക്കുന്നു. ഈ IV കൊടുക്കുന്ന കുപ്പിക്കകത്തേക്കാണ് ഇഞ്ചക്ഷന്റെ മരുന്ന് ഇടക്കിടക്ക് വന്ന് നഴ്സുമാരെ കുത്തി വെക്കുന്നത്. അപ്പൊ രോഗിക്ക് കൊടുക്കുന്ന ഈ മരുന്ന് ഇഞ്ചക്ഷനോടെ കൊടുക്കുന്നതിനുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് പെട്ടെന്ന് തന്നെ ബ്ലഡിനകത്ത് ഞരമ്പിലൂടെ ബ്ലഡിലേക്ക് കയറുകയും മരുന്നിന്റെ ആക്ഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നു. ഇതേപോലെയാണ് രോഗിക്ക് കൊടുക്കുന്ന ഡ്രിപ്പാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാർ വന്നിട്ട് അല്ലെങ്കിൽ നഴ്സുമാർ വന്നിട്ട് കൊടുക്കുന്ന ഈ ഇഞ്ചക്ഷൻ മരുന്നാണ് നമ്മുടെ ഈ ഫെർട്ടിഗേഷൻ. അപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ ഈ വെള്ളവും വളവും ഒരുമിച്ച് വലിച്ചെടുക്കുകയും ജലസേചന അല്ലെങ്കിൽ ജലവിനിയോഗ കാര്യക്ഷമതയും വളവിനിയോഗ കാര്യക്ഷമതയും പരമാവധി 90% കൂടുതൽ സാധ്യമാകുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രിപ്പ് ഫെർട്ടിഗേഷനകത്ത് വളർച്ചയും ഉത്പാദനവും കൂടാനുള്ള കാരണം. ഇനി ഈ ഫെർട്ടിഗേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് 2-3 രീതികളുണ്ട്. ഏറ്റവും ലളിതവും ചെലവ് കുറഞ്ഞതാണ് വെഞ്ചുറി. വെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിന്റെ വ്യാസം പെട്ടെന്ന് അങ്ങോട്ട് ചുരുങ്ങുന്നതാണ് വെഞ്ചുറി. ഇവിടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നില്ല, വ്യാസം കുറയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുന്നു. പ്രവേഗം കൂടുമ്പോൾ ഇവിടെ ഒരു സക്ഷൻ വരുന്നു, ഒരു മർദ്ദം കുറയുന്നു. ഇവിടെ ഒരു ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വലിച്ചെടുക്കുന്നു. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം, വെഞ്ചുറിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ വളം കലക്കി വെച്ചിരിക്കുന്ന വെള്ളം തുറന്ന പാത്രത്തിലാകണം. അന്തരീക്ഷം മർദ്ദം ഈ വളലായനിയുടെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വളം വലിച്ചെടുക്കുകയുള്ളൂ. അപ്പൊ തുറന്ന പാത്രത്തിൽ അന്തരീക്ഷ മർദ്ദം വളലായനിയുടെ മുകളിൽ വരത്തക്ക രീതിയിൽ ഒരു തുറന്ന പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വലിച്ചെടുക്കുന്നു. ഇതാണ് വെഞ്ചുറി. വെഞ്ചുറി ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും ലളിതവുമായ വളസേചന രീതിയാണ്. പക്ഷേ വെഞ്ചുറി ഉപയോഗിക്കുമ്പോൾ ഏകദേശം 1.5 കിലോഗ്രാം എങ്കിലും മർദ്ദം നമുക്ക് വെഞ്ചുറിക്ക് വേണ്ടി ആവശ്യമായി വരുന്നു, മർദ്ദം നഷ്ടം വരുന്നു. അപ്പൊ ഒരു 15 മീറ്ററോളം കൂടുതൽ ഹെഡ് തരാൻ കഴിവുള്ള ഒരു പമ്പ് ആയിരിക്കണം ഒരേ നിർഗമന ശേഷി വെഞ്ചുറിക്ക് വേണ്ടി നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കുമ്പോൾ പമ്പിന്റെ
ഹോഴ്സ് പവർ കൂടുന്നു. ഒരേ നിർഗമന ശേഷിയിൽ ഹെഡ് കൂടുമ്പോൾ ഹോഴ്സ് പവർ കൂടുന്നു, പമ്പിന്റെ വില കൂടുന്നു, കറണ്ട് ബില്ലും കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെഞ്ചുറിക്ക് വെറും 2500 രൂപയ്ക്ക് ചെലവ് വരുന്നുള്ളൂ. മറ്റൊരു വളസേചന രീതിയാണ് ഫെർട്ടിലൈസർ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ എന്ന് പറയും. ഇതും ഇതിന്റെ പമ്പ് സെറ്റിന്റെ അല്ലെങ്കിൽ മെയിൻ ലൈനിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊരു ഹൈഡ്രോളിക് പമ്പാണ്, സീറോ എനർജി പമ്പാണ്. ഇതിന് പ്രത്യേകമായിട്ട് ഊർജ്ജം ആവശ്യമില്ല. അപ്പം പമ്പിന്റെ ഡെലിവറി ലൈനിലുള്ള മർദ്ദം കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നു. സീറോ എനർജി ആയതുകൊണ്ട് കൂടുതൽ ഹെഡ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ തിരഞ്ഞെടുക്കുന്ന പമ്പിന് കൂടുതൽ ഹെഡ് ആവശ്യമില്ല, കൂടുതൽ കുതിരശക്തി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിന് പമ്പിന് കൂടുതൽ വിലയും ആവശ്യമില്ല, പമ്പിന് കറണ്ട് ബില്ലും ഇത്രയും കൂടുതൽ വരുന്നില്ല. പക്ഷെ ഇതിന്റെ വില ഏകദേശം മറ്റേ വെഞ്ചുറിക്ക് 2500 അല്ലെങ്കിൽ ഇതിന് 12500, ഏകദേശം 5 ഇരട്ടിയോളം, വെഞ്ചുറിയുടെ 5 ഇരട്ടിയോളം വിലയുണ്ട്. പക്ഷെ നമുക്ക് പമ്പ് സെറ്റിന്റെയോ കറണ്ട് ബില്ലിന്റെയോ വിലയിൽ ചാർജിൽ നമുക്ക് ഇത് ക്രമേണ നമുക്ക് ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് മറികടക്കാൻ കഴിയുന്നു. ഇത് രണ്ടുമല്ലാത്ത ഒരു സംവിധാനമാണ് ഫെർട്ടിലൈസർ ടാങ്ക്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്, ഒരു 8000 രൂപ മുതൽ അങ്ങോട്ട് വിലയുണ്ട്. അത്യാവശ്യം മർദ്ദ നഷ്ടവുമുണ്ട്. വെഞ്ചുറിക്കുള്ള ഏകദേശം പകുതിയോളം മർദ്ദ നഷ്ടവും, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഇഞ്ചക്ഷൻ പമ്പിന്റെ പകുതിയിൽ കൂടുതൽ 3/4 ഭാഗത്തോളം വിലയുണ്ട്. അപ്പൊ അത്യാവശ്യം വിലയും അത്യാവശ്യം മർദ്ദ നഷ്ടവും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റു രണ്ടു സംവിധാനത്തിലും വളം നമ്മൾ കലക്കി വളലായനിയായി ഒരു തുറന്ന പാത്രത്തിൽ അന്തരീക്ഷ മർദ്ദത്തിൽ വെച്ചാണ് ഈ പമ്പാണെങ്കിലും വെഞ്ചുറി ആണെങ്കിലും വലിച്ചെടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. വളം നമ്മൾ കലക്കിയതിന് ശേഷം ഈ ടാങ്കിനകത്തേക്ക് നിറച്ച് എയർ ടൈറ്റ് ആയിട്ട് ഇതിനെ അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്തുള്ള വളത്തിന്റെ ഗാഢത ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ വളത്തിന്റെ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. ഓരോ സെക്കൻഡിലും ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതിന്റെ ഈ ഗാഢത മാറിക്കൊണ്ടിരിക്കുന്നു. വളം ഫിക്സ്ഡ് ആണ്. ഈ വളലായനി ഇതിനകത്ത് ആദ്യം വെക്കുന്ന വളലായനിയുടെ ഗാഢത അല്ല ഓരോ സെക്കൻഡ് കഴിയുന്നതോറും വരുന്നത്. വളത്തിന്റെ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്, പക്ഷെ ഗാഢത ഫിക്സ്ഡ് അല്ല. ഓരോ സെക്കൻഡിലും ഇതിനകത്ത് ഡൈല്യൂഷൻ ആകുന്നു. ഓരോ സെക്കൻഡിലും ഇതിന്റെ ഗാഢത മാറുന്നത് കൊണ്ട് ഒരേ അനുപാതത്തിൽ ഒരേ തോതിലല്ല നമുക്ക് വളം. അതുകൊണ്ട് ഒരിക്കലും വളസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫെർട്ടിലൈസർ ടാങ്കോ അല്ലെങ്കിൽ വെഞ്ചറിയോ കൊടുത്തതിന് ശേഷമാണ് രണ്ടാം ഘട്ട ഫിൽറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒന്നാം ഘട്ട ഫിൽറ്ററുകൾ, അതുപോലെ തന്നെ വളസേചന രീതി, അത് കഴിഞ്ഞ രണ്ടാം ഘട്ട ഫിൽറ്ററുകൾ. ഇത് ഫെർട്ടിലൈസർ ടാങ്ക് സെക്കൻഡറി ഫിൽറ്റർ, വെഞ്ചറി സെക്കൻഡറി ഫിൽറ്റർ. ഇതാണ് വെഞ്ചറി വർക്ക് ചെയ്യുന്നതിന്റെ ഫോട്ടോ. ഇനി ഈ ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ജലസേചനവും വളസേചനവും ചേർന്നുള്ള ഈ സാങ്കേതിക വിദ്യ ഏറ്റവും നേട്ടമാണ് അല്ലെങ്കിൽ ഏറ്റവും അഭിലഷണീയമാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു മണ്ണിൽ ചെടി വളരണമെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. വെള്ളം മാത്രം പോരാ, 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. ഈർപ്പ സാന്നിധ്യം അല്ലെങ്കിൽ വെള്ളം, അടിസ്ഥാന സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യം അഥവാ വളം, മൂന്നാമത്തേത് ഈ വായു സഞ്ചാരം. അതായത് വെള്ളവും വളവും വായുവും ഉണ്ടെങ്കിൽ മാത്രമാണ് വേരിന് ചുറ്റും വെള്ളം വേണം, വളം വേണം, വായു സഞ്ചാരം വേണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചെടിക്ക് നല്ല ആരോഗ്യപരമായ രീതിയിൽ നല്ല രീതിയിൽ വളരാനും ഉത്പാദനം തരാനും കഴിയുകയുള്ളൂ. ഇത് 3 ഉറപ്പുവരുത്തുന്ന ഏക ജലസേചന വളപ്രയോഗ രീതിയാണ് ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ ടെക്നോളജി. അതുകൊണ്ടാണ് ഇതിന് 3 ഇരട്ടിയോളം ഉത്പാദനം നമുക്ക് ഉറപ്പുവരുത്താൻ, 2 ഇരട്ടിയിലധികം, 1/3 വെള്ളം, 1/3 ഭാഗം ജലം ഉപയോഗിച്ചുകൊണ്ട് 2 ഇരട്ടിയോളം ഉത്പാദനം ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നത്. ഇത് വാഴയ്ക്ക് ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ കൊടുത്തതിന്റെ ഫോട്ടോ ആണ്. മുളകിന് ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ കൊടുത്തതിന്റെ ക്ലോസപ്പ് വ്യൂ ആണ്. പപ്പായ. ഇനി തിരിനന, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തിരിനന എന്ന് പറയുന്നത് ഇത് വളരെ ലളിതമാണ്. നമ്മളൊരു മണ്ണെണ്ണ വിളക്കിനകത്തേക്ക് എങ്ങനെയാണോ എണ്ണ കയറുന്നത്, ആ കാപ്പിലറി റിയാക്ഷൻ, അതേ തത്വമാണ് നമ്മളിവിടെ തിരിനനക്ക്. ഇത് പണ്ട് കാലത്തേക്ക് ആളുകൾ ഉപയോഗിക്കുന്നത് ഇതിനൊരു വലിയ സാങ്കേതിക വിദ്യയായിട്ട് ശരിയായ രീതിയിൽ ഇപ്പം സമീപകാലത്ത് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് 2015 ഇതിനെ ശാസ്ത്രീയമായിട്ട് പ്രചാരത്തിലാക്കി. പണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ലളിതമാണ്. ഇപ്പൊ നമ്മളൊരു ഒരു മീറ്റർ ഒരു ലെങ്ത് പൈപ്പ്, അതായത് 5 മീറ്റർ നീളമുള്ള ഒരു ലെങ്ത് പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിന് നമുക്ക് ഏകദേശം 1.5 അടി ഗ്യാപ്പിൽ 40 സെന്റിമീറ്റർ ഗ്യാപ്പില് ഒരു ദ്വാരം ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പിന്റെ ഒരറ്റത്ത് ഇതുപോലെ എൻ ക്യാപ്പ് ഇട്ടിട്ട് അടക്കുകയും മറ്റേ അറ്റത്ത് ഇതുപോലെ തന്നെ ഒരു റൈസർ പൈപ്പ് വെച്ച് ഒരു എൽബോയ് വെച്ച് ഇങ്ങനെ പൊക്കി നിർത്താം. ഇത് ഒറ്റ പൈപ്പാണ്. ഇത് 3 പൈപ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എൽബോ കൊടുത്തുകൊണ്ട് ഇങ്ങനെ 3 ഒരു സീക്വൻസ് ആക്കാം. അപ്പം ഒരറ്റത്തെ നമ്മൾ എൻ ക്യാപ്പ് ഇട്ട് അടക്കുകയും 40 സെന്റിമീറ്റർ 1.5 അടി ഗ്യാപ്പിൽ ഓരോതുപോലെ ഒരു ഹോള് ഡ്രില്ല് ചെയ്യുകയും ചെയ്യുക. ഓരോ ഹോളിന് 2 വശങ്ങളിലുമായിട്ട് ഇതുപോലെ 2 ചുടുകട്ട വെക്കുക. അതിന് മുകളിൽ ഇതുപോലെ ഗ്രോ ബാഗ് വെക്കുക. ഗ്രോ ബാഗിനകത്തേക്ക് ഒരു തിരി കയറ്റി വെച്ചിട്ടുണ്ടാവും. ആ തിരിയുടെ മറ്റേ ഭാഗം ഈ ദ്വാരത്തിലൂടെ പൈപ്പിലൂടെ ഇറങ്ങും.
ഈ പൈപ്പിനകത്ത് ഇതിന്റെ ഈ അറ്റം വഴി പൈപ്പിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചു വെക്കും, പുറത്തേക്ക് പോകാത്ത രീതിയിൽ. അപ്പൊ ഈ തിരി ഈ വെള്ളത്തിനകത്ത് ഈ ദ്വാരത്തിലൂടെ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഈ തിരി ഓട്ടോമാറ്റിക് ആയിട്ട് എണ്ണ വിളക്കിൽ നിന്ന് മണ്ണെണ്ണ വിളക്കിൽ നിന്ന് തിരി വലിക്കുന്നത് പോലെ വെള്ളം വലിച്ചെടുക്കും കാപ്പിലറി ആക്ഷൻ വഴി. ഇതാണ് ഇതിന്റെ പ്രവർത്തന തത്വം. ഇതിങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം അതായത് ഇതാണ് മൂന്ന് ലെങ്ത് പൈപ്പിന്റെ ആണ് ഇരിക്കുന്നത്. ഇതാണ് എൽബോ കൊടുത്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരറ്റത്ത് ഇതുപോലെ ഒരു എൽബോ ഇട്ടിട്ട് ഒരു ബെൻഡ് ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി നിർത്തുന്നു. ഈ അറ്റത്തെ അൺക്യാപ്പിടുന്നു. ഓരോ 1.5 സെന്റിമീറ്റർ അടി ഗ്യാപ്പിലും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഫില്ലിയും ചുറ്റുമായിട്ട് ഇതുപോലെ ഇഷ്ടിക 2 ഇഷ്ടിക വെക്കുന്നു. ഗ്രോ ബാഗിനകത്ത് ഇതുപോലത്തെ തിരി പ്രത്യേകമായിട്ട് തിരിച്ചിരിക്കുന്ന ഗ്ലാസ് സ്പൂണിലാണ് സാധാരണ ഇതിന്റെ തിരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏറ്റവും കാര്യക്ഷമതയുള്ളത്. ഏകദേശം 20 രൂപയോളം ഈ തിരിക്ക് വിലയുണ്ട്. ഈ ഗ്രോ ബാഗ് തുളച്ച് ഈ തിരി മുകളിലോട്ട് വെച്ചതിന് ശേഷം തിരിയുടെ ബാക്കി ആ ഭാഗം താഴോട്ട് നീണ്ടു നിൽക്കുന്നു. ഈ തിരി ഈ ദ്വാരത്തിനകത്തോട്ട് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഈ ഇഷ്ടികയുടെ മോഡൽ ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സെറ്റ് ചെയ്ത് വെച്ച് വളർന്നു നിൽക്കുന്നതിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു 30 തിരി ഉള്ള ഒരു സംവിധാനം. 3 ലെങ്ത് പൈപ്പിൽ നമുക്ക് ഇതുപോലെ വിക്ക് ഇറിഗേഷൻ ചെയ്യണമെങ്കിൽ ഏകദേശം 20 രൂപ നിരക്കിൽ 30 തിരി വേണം. ഒരു 600 രൂപയാവും. ഒരു 3 ലെങ്ത് PVC പൈപ്പ് ശരാശരി അപ്പൊ ഒരു 3 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പാണ്. 4 kg/cm² പ്രഷർ റേറ്റിംഗ് ഉള്ള 3 ഇഞ്ചിന്റെ പൈപ്പാണെങ്കിൽ ഏകദേശം 750 രൂപ വെച്ചിട്ടാണെങ്കിൽ 2250 രൂപ വരും. അതുപോലെ തന്നെ ഒരു 60 ഇഷ്ടിക വേണം. ഓരോ ദ്വാരത്തിന് ചുറ്റും സൈഡിലും 2 ഇഷ്ടിക വീതം. അപ്പൊ 30 ദ്വാരം, 30 ഗ്രോ ബാഗ്, 30 തിരി, 60 ഇഷ്ടിക. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഏകദേശം ഒരു 5000 രൂപ മുതൽ മുടക്കില് നമുക്ക് ഇതുപോലെ ഒരു 30 ഗ്രോ ബാഗിന്റെ ഒരു സെറ്റ് നമുക്ക് തിരി വെച്ചുകൊണ്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഈ പൈപ്പിന്റെ അറ്റത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് വളപ്രയോഗം സാധ്യമല്ല. വളം നമ്മളിപ്പം നമ്മുടെ കിച്ചണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഗാർഡനകത്ത് അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലോ 30 ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളം കൊടുക്കാനായിട്ട് ഏറ്റവും ലളിതമായ മാർഗം കൃത്യമായ ഇടവേളയിൽ നമ്മളൊരു ബക്കറ്റിനകത്ത് വളം കലക്കിയിട്ട് ചെറിയൊരു കപ്പ് കൊണ്ട് കോരിയെടുത്ത് മുകൾ വശത്ത് കൂടി ചെറുതായിട്ട് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് വളം. ഒരിക്കലും ഖരരൂപത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളം. അല്ലാതെ വിക്കിലൂടെ ഈ വളം വലിച്ചെടുക്കില്ല. ഒരിക്കലും അതിനകത്ത് വളം കലക്കരുത്. അപ്പൊ അത് ഈ തിരിയുടെ വെള്ളം വലിച്ചെടുക്കാനുള്ള ശക്തി കുറയും ഈ രാസവസ്തുക്കളുള്ളപ്പോൾ. അതുപോലെ തന്നെ തിരിയുടെ ലൈഫും കുറയും. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഈ തിരിയിലല്ലാതെ ഈ മണ്ണിന് മുകളിലൂടെ ഡ്രഞ്ച് ചെയ്തിട്ട് കുറച്ച് കൊടുത്താൽ മതി വളം. വലിച്ചെടുക്കണ വളലായനിയിൽ ഒരിക്കലും മുക്കി വെക്കാം. അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യക്ഷമത കുറയും, വലിച്ചെടുക്കാനുള്ള ശേഷി കുറയും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് തിരിനന. ഇതാണ് വളരെ ലളിതമായിട്ടൊരു മാർഗമാണ് തിരിനന. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് ഈ സൂക്ഷ്മജലസേന രീതിയുടെ ഈ ഒരു ക്ലാസിന്റെ അവസാനങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, സോയിൽ ഇസ് ദ സോൾ ഓഫ് ഇൻഫിനിറ്റ് ലൈഫ്. ഭൂമിയിൽ അനന്തമായ ജീവന്റെ ആത്മാവ് മണ്ണാണ്. വാട്ടർ ഈസ് ദ ഓൺലി നെക്ടർ നോൺ ടു ഓൾ ടൈംസ്. ലോകത്തിൽ ഇന്നോളം ലഭ്യമായിട്ടുള്ള തീർത്ഥം എന്ന് പറയുന്നത് ശുദ്ധജലവുമാണ്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ അനന്തമായ ജീവന്റെ ആത്മാവ് മണ്ണും ലഭ്യമായ തീർത്ഥം എന്ന് പറയുന്നത് ശുദ്ധജലവുമാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഈ മണ്ണിനെയും ഈ സ്രോതസ്സുകളെയും സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഈ സൂക്ഷ്മ ജലസേന രീതികൾ അവലംബിച്ച മതിയാകും. പരമ്പരാഗത ജലസേന രീതികൾ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും പരിസ്ഥിതിയെയും മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. കൃഷി എടുത്തപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മ ജലസേന രീതികൾ അവലംബിക്കാം. നമ്മൾ ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിയും നാളത്തെ ജീവൻ നിലനിർത്താനുള്ള മുതൽക്കൂട്ടാണ്. നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ജലവും മറ്റു പ്രകൃതി വിഭവങ്ങളും ഒന്നും തന്നെ നമുക്ക് പരമ്പരാഗത സ്വത്തുക്കളായിട്ട് അവകാശമായിട്ട് പതിച്ചു കിട്ടിയതല്ല, അല്ലെങ്കിൽ നമ്മുടെ പിൻഗാമികളിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറകെ വരുന്നവരിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്, അല്ലാതെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് അവകാശമായിട്ട് പതിച്ചു തന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടതും ഭാവിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലവും മറ്റു പ്രകൃതി വിഭവങ്ങൾ ഇവിടെ ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ജലവും പ്രകൃതിയെയും സംരക്ഷിച്ച് തീരും. അതിന് ഏറ്റവും അനുയോജ്യമായ ജലസേചന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ സൂക്ഷ്മ ജലസേന രീതി. അപ്പൊ സൂക്ഷ്മ ജലസേന നമ്മുടെ ജലസംരക്ഷണത്തിന്റെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും ഭാവിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. താങ്ക് യു. ഹലോ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? കേട്ടില്ല. ഈ ചെടിയുടെ ചുവട്ടിൽ തന്നെ ജലം വന്ന് വീഴണമെന്ന് സാറ് പറഞ്ഞല്ലോ. ഒരു ചെടിയുടെ ഒരടി ചുറ്റളവിൽ എവിടെയെങ്കിലും വീണാൽ മതിയോ വെള്ളം? ചെടിയുടെ ചുവട്ടിൽ, ചെടിയുടെ വേര് പടലങ്ങൾക്ക് ചുറ്റും ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ചെടിയുടെ ഒരടി ചുറ്റളവിൽ എവിടെയെങ്കിലും ഈ ട്രിപ്പ് വീണാൽ മതിയോ? അത് അതിന്റെ ചുവട്ടിൽ തന്നെ വേണമെന്നുണ്ടോ? ഒരിക്കലും അതിന്റെ തൊട്ടടുത്ത് വീഴണമെന്നില്ല.
തണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ തടിയിൽ നിന്ന് അല്പം മാറി ഏത് ചെടിക്കാണ് ഉദ്ദേശിക്കുന്നത്? പച്ചക്കറികളാ, തക്കാളി, വെണ്ട. പച്ചക്കറിയാണെങ്കിൽ ഒരടിയൊന്നും പോകണ്ട, കുറച്ചൊരു അരയടിയൊക്കെ മാറിയാൽ മതി. എത്ര? അരയടിയോ? ശരി. ചെടിയിൽ മാറിയാൽ മതി, ഒരുപാട് മാറിയിട്ട് കാര്യം പച്ചക്കറിയുടെ വേരിന്റെ ഒരടിയിൽ അതിന്റെ എന്താണ് പറയുക, കാര്യക്ഷമമായിട്ടുള്ള വേരുപടലങ്ങൾ ഒരടിക്ക് ഉള്ളിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിന്റെ വേരുപടലങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെയാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. അതുപോലെ ഈ എമിറ്റർ, സാറ് കാണിച്ച എമിറ്ററും ഈ എമിറ്റേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ജെയിന്റെ എമിറ്ററുകളാണ്. അത് ജെയിന് മാറ്റിയിട്ട് സാറ് കാണിച്ച ആ എമിറ്റർ നമുക്ക് ഇതിനകത്ത് പഞ്ച് ചെയ്ത് കയറ്റാൻ പറ്റുമോ? ഏത് എമിറ്റർ? ഞാൻ കാണിച്ചിരുന്നത് ജെയിന്റെ എമിറ്റർ തന്നെയാണ്. വേറൊരു എമിറ്റർ ഞാൻ കാണിക്കുക. ഈ എമിറ്റർ സാർ കാണുന്നുണ്ടോ? എമിറ്റർ നിങ്ങൾ ഉദ്ദേശിച്ചത് ഓൺലൈൻ ആണോ ഇൻലൈൻ ആണോ എന്ന് പറയണം. ഓൺലൈൻ. ഇത് കാണാം, സാറിന് കാണാമോ? അത് സാധാരണ അത് ഡ്രിപ്പ് എമിറ്റർ അല്ല, ശരിക്കും ഡ്രിപ്പ് എമിറ്റർ. അത് ടാപ്പ് എമിറ്റർ ആണ്. ചെറിയ ടാപ്പ് പോലെ അല്ലേ? അത് ടാപ്പ്. ഇതാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2-3 കളറിലുണ്ട്. അതല്ല, അത് ശരിക്കും ഡ്രിപ്പ് അല്ല. ഇതിനകത്ത് തുള്ളിയല്ല, അതിനകത്ത് വെള്ളം ഒഴുകി വരും. ഇത് ഒഴുകി വരും. അതെ, ഇത് ഡ്രിപ്പ് അല്ല, അത് ശരിക്കും ഡ്രിപ്പ് അല്ല. ഇത് ടാപ്പ് ടൈപ്പ് എമിറ്റർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രിപ്പിന്റെ കൺസെപ്റ്റിന് വ്യത്യാസമാണ്. ഇതിനകത്ത് തുള്ളിയല്ല, ഡ്രിപ്പിനകത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡ്രിപ്പ് എമിറ്റർ അല്ല. അപ്പൊ ഇത് മാറ്റിയിട്ട് മറ്റേ സാറ് പറഞ്ഞ എമിറ്റർ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതല്പം വെള്ളം കൂടുതൽ വരും, പക്ഷേ നമുക്ക് ആ കൺട്രോൾ, അപ്പൊ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. 1 മണിക്കൂർ അടിക്കുന്നത് 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കിട്ടും. അങ്ങനെ ലാഭിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ വെള്ളവും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കുടിച്ചു തീർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല, നമ്മൾ ഒരു ചെടിക്ക് ഉദ്ദേശിക്കുന്ന 2 ലിറ്റർ വെള്ളമല്ലേ ഒരു ദിവസം? അല്ല, അത് തന്നെ. അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ ചുരുങ്ങിയത് 1 മണിക്കൂർ സമയം എടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് പറഞ്ഞാൽ നമുക്കൊരു ദിവസം മുഴുവൻ വെള്ളം കൊടുക്കാൻ പറ്റില്ല. വെള്ളം കൂടുതൽ സമയം 1 മണിക്കൂർ കൊടുക്കേണ്ട വെള്ളം ഇരട്ടി വെള്ളമായിട്ട് 1/2 മണിക്കൂർ കൊണ്ട് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഞാൻ എന്റെ മറ്റേ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സൂക്ഷ്മങ്ങൾ നിറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞ് എത്ര കൊടുത്താലും അത് മണ്ണിൽ നിൽക്കില്ല, അത് താഴേക്ക് പോകും. അപ്പൊ അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൊടുക്കുകയല്ല വേണ്ടത്. കൂടുതൽ സമയം എടുത്ത് കുറഞ്ഞ തോതിലാണ് വെള്ളം കൊടുക്കേണ്ടത്. സാറ് കാണിച്ച എമിറ്ററിന് എന്ത് വിലയുണ്ടെന്നാ പറഞ്ഞ ഒരെണ്ണം? എമിറ്ററിന്റെ വില അത് നോക്കണം. എമിറ്ററിന്റെ പ്രസന്റ് വില അത് വലിയ ഇത്രയൊക്കെ വില തന്നെ വരുള്ളൂ. അത് ലിറ്ററിന് 4 ലിറ്ററിന് 2 ലിറ്ററിന് 8 ലിറ്ററിന് ഓരോന്നും ഓരോ വിലയാണ്. എന്നാലും വലിയ വിലയൊന്നും വരുന്നില്ല. ഇതിലിപ്പോ എത്ര വരുന്നുണ്ട്? ഈ പുതിയ കറണ്ട് റേറ്റ് എനിക്ക് അറിയില്ല. ഇത് ഒരു 500 എണ്ണത്തിന് 280 രൂപ ആ റേഞ്ചാ വരുന്നത്. അത്രയും പോരാ. മറ്റതിനകത്ത് എന്തായാലും 2-3 രൂപയൊക്കെ വരുന്നുണ്ട്. 3 രൂപയോ? ഇത് ശരിക്കും ഡ്രിപ്പ് അല്ല, അത് ഡ്രിപ്പ് എമിറ്റർ അല്ല. ഓക്കെ. ഇതാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഇത് എമിറ്റർ എന്ന് പറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വന്നാൽ എന്തിനാ എമിറ്റർ എന്ന് പറയുന്നത്? പക്ഷേ ഇത് ഡ്രിപ്പ് അല്ല ശരിക്കും. ഇത് ടാപ്പ് ടൈപ്പ് എമിറ്റർ ആണ്, ഡ്രിപ്പ് എമിറ്റർ അല്ല. ഓക്കെ സർ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ. നമസ്തേ സാർ. സാറേ, ഒരു സംശയമുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നമ്മൾ ജലസേചനം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കൊടുക്കുന്ന വളത്തിന് ഏറ്റവും നമുക്ക് ഈൽഡ് കിട്ടുന്ന വളം ഏതാണെന്ന് പറയാമോ പ്ലീസ്? അങ്ങനെ ഏറ്റവും ഈൽഡ് കിട്ടുന്നതല്ല, നമുക്ക് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ്. ഓരോ ചെടിക്കനുസരിച്ച് ഓരോന്ന് നമുക്ക് ഏറ്റവും ഈൽഡ് കിട്ടുന്നില്ല. നമുക്ക് ആവശ്യമുള്ള, ഒരിക്കലും നമ്മൾ വളമല്ല പറയുന്നത്, എത്ര നൈട്രജൻ, എത്ര ഫോസ്ഫറസ്, എത്ര പൊട്ടാഷ്യം. അപ്പൊ നമുക്ക് ഒരു ചെടിയുടെ NPK എത്ര നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം വേണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വളം ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വളമായിരിക്കണം. ഉദാഹരണത്തിന് നൈട്രജൻ ആണെങ്കിൽ യൂറിയ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പൊ യൂറിയയിലാണെങ്കിൽ 40% 1 കിലോ നൈട്രജൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2.2 കിലോ യൂറിയ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം
അതിന് മെയിനായിട്ട് ഫോസ്ഫറസ് നമ്മൾ അടിവളമായിട്ട് ഇടുന്നത്. ഈ നൈട്രജനും പൊട്ടാഷ്യം എത്ര വേണമെന്ന് കണക്കാക്കിയിട്ട് അത് ലഭ്യമാകുന്ന ആ പ്രദേശത്ത് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് വെള്ളത്തിൽ ലയിക്കാവുന്നതുമായിട്ടുള്ള അതിന്റെ വിവിധ രൂപത്തിലുള്ള വളങ്ങളുണ്ട്. അത് വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും നല്ല വളം എന്നില്ല, നമ്മൾ എല്ലാ വളങ്ങളും നമുക്ക് കിട്ടുന്നത് ഈ NPK ആണ്. അപ്പൊ ഏറ്റവും നല്ല വളം എന്നില്ല, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളായിരിക്കണം. അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഏതാണ് ഏറ്റവും നല്ല വളം എന്നുള്ള. ഞാനിപ്പോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം പറഞ്ഞാൽ അതൊരു കമ്പനി പരസ്യം പോലെയാണ്. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും നല്ല വളം എന്നില്ല, വെള്ളത്തിൽ ലയിക്കുന്ന. അപ്പൊ അതിൽ നമ്മൾ ജൈവം തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലോ സാറേ? ജൈവമാണ് എനിക്ക് ഉപയോഗിക്കേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ എല്ലായിടത്തും ജൈവ കൃഷിയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജൈവമാണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ ജൈവ രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾ അതിന്റെ ചാണകം വെണ്ണീർ ഒന്നും ഡ്രിപ്പ് വഴി കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ അടിവളമായിട്ടാണ്. ചാണകം ഉദ്ദേശിക്കും ഇപ്പൊ നൈട്രജൻ പൊട്ടാഷ് തന്നെ. ഞാനൊരു പറയുന്നത്, നമുക്കിപ്പം ഈ ജൈവവളത്തില് ഓരോ ജൈവവളത്തിലും എത്രമാത്രം നൈട്രജൻ എന്നുള്ള കണക്ക് എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ പറയുന്നത് ജൈവവളമാണെങ്കിൽ ഇപ്പൊ ആളുകളെ ഫിഷ് അമിനോ ആസിഡ്, മത്തി കഷായം, പഞ്ചഗവ്യം, ജീവാമൃതം, പശുവിന്റെ മൂത്രം, വെർമി വാഷ്, ഇതെല്ലാം തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ട് ഫെർട്ടിഗേഷൻ വഴി കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ശരി. ഈ പൊട്ടാഷ് ബാക്ടർ എന്ന് പറഞ്ഞാൽ അതും കലക്കി ഇത് നമുക്ക് പിന്നെ ഡ്രിപ്പ് വഴി കൊടുക്കാൻ പറ്റും അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്ന എന്തും അതിനകത്ത് ജൈവമെന്നോ രാസമെന്നോ ഇല്ല. വെള്ളത്തിനോടൊപ്പം, ഞാൻ അതിന്റെ നിർവചനം പറയുകയാണ്, വെള്ളത്തിനോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ. വെള്ളത്തിൽ ലയിക്കണം, അത്രേ ഉള്ളൂ. തടസ്സപ്പെടുത്താൻ പാടില്ല. വെള്ളത്തിൽ ലയിച്ചില്ലെങ്കിൽ ഇത് കരിയായിട്ട് വന്നിട്ട് ഈ എമിറ്ററുകൾ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് വെള്ളത്തിൽ ലയിക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. നമ്മളൊരു നമ്മളൊരു ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ള ഒരു പച്ചക്കറികളുടെ പ്രത്യേകിച്ച് ഇപ്പൊ എത്ര മണിക്കൂർ നമ്മൾ അതിനെ ഓൺ ചെയ്തിരുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ? അതായത് നമ്മൾ പറയുന്നത് ഇറിഗേഷൻ നമ്മൾ പറയുന്നത് ഡ്രിപ്പിന്റെ ഇറിഗേഷൻ നമ്മൾ പരമാവധി ഒരു ദിവസം 1 മണിക്കൂർ. അതായത് പച്ചക്കറിയുടെ ജല ആവശ്യകത പരമാവധി 2 ലിറ്റർ ആണ്. അപ്പൊ മണിക്കൂറിൽ 2 ലിറ്റർ നിർഗമന ശേഷിയുള്ള ഒരു എമിറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെടിക്ക് പരമാവധി ഒരു ദിവസം വേണ്ടത് 2 ലിറ്റർ ആണ്. അപ്പം ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മൾ ഡ്രിപ്പ് വർക്ക് ചെയ്യുക. അത് 2 നേരം വർക്ക് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലത്. രാവിലെ അരമണിക്കൂറും വൈകിട്ട് അരമണിക്കൂറും ആണെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 നേരം മാത്രമാണെങ്കിൽ അത് കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നത് നല്ല കാര്യം. അടുത്ത ദിവസം ഒരു സൂര്യൻ ഉദിക്കുന്ന സമയം വരെയൊക്കെ ഈർപ്പം അവിടെ അതുപോലെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ജലനഷ്ടം കൂടുതലുണ്ടാവാൻ, ഈ ബാഷ്പീകരണം കൂടുതലുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് 2 നേരവും അരമണിക്കൂർ വീതം കൊടുത്താൽ നല്ലത്. ഒറ്റ നേരമാണെങ്കിൽ അത് വൈകുന്നേരം കൊടുക്കുക. വളപ്രയോഗം സാധാരണയായിട്ട് പച്ചക്കറിക്ക് 5 ദിവസം ഒരിക്കലാണ് കൊടുക്കുന്നത് ഫെർട്ടിഗേഷൻ. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഇനി കൂടുതലായിട്ട് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ കുറഞ്ഞ പാർട്ടിസിപ്പേഷൻ മാത്രമേ ഇവിടെ കണ്ടുള്ള ഫേസ്ബുക്ക് ലൈവിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു 6 പേരെ മറ്റേ ഉള്ളൂ ഇപ്പം. അപ്പൊ എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും, ശ്രമിച്ചിരുന്ന എല്ലാവർക്കും കൃഷി വകുപ്പിന്റെ പേരിലും കാർഷിക സർവകലാശാലയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു സാറ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി ഇപ്പം പറയാം. 9462799626 ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 9446279626 9446279626 ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും സംശയം വരികയാണെങ്കിൽ വിളിക്കാം. താങ്ക് യു. വെൽക്കം.